ദാസിന്റെയും ചന്ദ്രയുടെയും കഥ പറയുന്ന ഡി.സി എന്ന തമിഴ് സിനിമയുടെ കഥ നോക്കിയാലോ? ഇന്നത്തെ വീഡിയോയില് കറക്റ്റ് സീനൊന്നും ആഡ് ചെയ്തിട്ടില്ല. പിന്നെ കഥ അറിഞ്ഞാൽ മതി എന്നുള്ളവർ മാത്രം കാണുക. തിയേറ്ററിൽ പോയി സിനിമ കാണണമെന്നുള്ളവർ ദയവ് ചെയ്ത് ഒന്ന് സ്കിപ്പ് ചെയ്തേക്കണേ. എങ്കിൽ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ഒന്ന് ലൈക്കും കൂടെ ചെയ്തേക്കണേ. കഥ ആരംഭിക്കുന്നത് ഒരു വർക്ക്ഷോപ്പ് കാണിച്ചുകൊണ്ടാണ്. ആ വർക്ക്ഷോപ്പ് നടത്തുന്നത് ഒരു വയസ്സായ ആളാണ്. അവിടേക്ക് തന്റെ മോട്ടോർ റെഡിയാക്കുവാൻ വേണ്ടിയിട്ട് മറ്റൊരാൾ എത്തുന്നുണ്ട്. നിങ്ങൾക്ക് സ്വന്തക്കാരോ ബന്ധുക്കളോ അങ്ങനെ ആരുമില്ലേ എന്ന് ചോദിക്കുമ്പോൾ, എന്റെ ഭാര്യ മരണപ്പെട്ടു പോയി. ഒരു മകനുണ്ടായിരുന്നു. മകൻ നന്നായിട്ട് പഠിക്കണമെന്നാ ഞാൻ കരുതിയത്. അവനെ പഠിപ്പിക്കുവാനായും ഞാൻ ശ്രമിച്ചു. പക്ഷേ അവനാണെങ്കിലോ കൊലക്കുറ്റത്തിന് ജയിലിൽ പോവുകയാ ചെയ്തത്. അന്നു മുതൽ അവനുമായിട്ട് തനിക്കൊരു ബന്ധവുമില്ല എന്നുള്ള രീതിയിലാണ് അയാൾ സംസാരിക്കുന്നത്. എന്നാൽ അതേ സമയം തന്നെ ആ വയസ്സായ ആളുടെ ഫോണിലേക്ക് അയാളുടെ മകനായിട്ടുള്ള ദാസ് വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. ദാസ് മറ്റാരുമല്ല, നമ്മുടെ കഥാനായകനാണ്. ദാസ് വിളിക്കുമ്പോഴൊന്നും അയാൾ കോൾ എടുക്കുന്നതേയില്ല. കാരണം ആ അച്ഛന് ദാസിനോട് നല്ല ദേഷ്യമുണ്ട്. ആ സീൻ അവിടെ കട്ടായി. ദാസ് ആരാണ്, അവന്റെ ജീവിതത്തിൽ എന്തൊക്കെയാണ് സംഭവിച്ചത് എന്നൊക്കെ ഒരു ഫ്ലാഷ് ബാക്ക് വഴിയാണ് നമ്മളെ കാണിക്കുന്നത്. വേലൂരിലുള്ള പോലീസ് സ്റ്റേഷനിലേക്ക് വെപ്പൺസ് ഒക്കെ കൊണ്ടുവരികയായിരുന്നു. പാലം കടന്നു വേണം സ്റ്റേഷനിലേക്ക് എത്തുവാനായിട്ട്. പാലം ക്രോസ് ചെയ്യുവാൻ വേണ്ടിയിട്ട് വണ്ടിയൊക്കെ വരുന്ന സമയം 4 പേരും പോലീസ് വാഹനം പിടികൂടുവാൻ വേണ്ടിയിട്ട് മുഖമൊക്കെ മറച്ചു നിൽക്കുകയാണ്. അതാരൊക്കെ എന്നാൽ, ഒന്ന്, ദാസ് എന്നറിയപ്പെടുന്ന നായകനായ ദേവദാസ്. 2, ദേവദാസിന്റെ കൂട്ടുകാരായിട്ടുള്ള കിറ്റി, സെബാസ്റ്റ്യൻ, കറുപ്പ്. അങ്ങനെ ഇവർ 4 പേരും ചേർന്നാണ് ആ ഒരു വണ്ടി അറ്റാക്ക് ചെയ്യുവാൻ വേണ്ടിയിട്ട് നിൽക്കുന്നത്. അവരുടെ കയ്യിലുണ്ടായിരുന്ന ബോംബ് പാലത്തിലേക്ക് എറിയുന്നു. വലിയൊരു ബ്ലാസ്റ്റ് ഉണ്ടാക്കി തടയാൻ വന്ന പോലീസുകാരെ എല്ലാവരെയും തല്ലിയിട്ട് വെപ്പൺസുമായിട്ട് അവിടെ നിന്ന് പോവുകയാണ് ദാസും കൂട്ടരും. അരസെന്നൊരാളിന് വേണ്ടിയിട്ടാണ് ദാസും കൂട്ടരും ഈ പരിപാടിയൊക്കെ ചെയ്യുന്നത്. പണ്ട് കുട്ടിക്കാലത്ത് ദാസ് ജയിലിലായിരുന്നു. കൊലക്കുറ്റത്തിന് ജയിലിൽ പോയതാണ്. അവിടെ വെച്ചാണ് അരസിനെ പരിചയപ്പെടുന്നത്. അരസിന് ചെറിയൊരു പരിപാടി ഉണ്ടായിരുന്നു. അതിനു വേണ്ടിയിട്ട് ദാസിനെ തന്റെ കൂടെ ചേർക്കുകയും ജയിലിൽ വെച്ച് തന്നെയുള്ള കിട്ടി, സെബാസ്റ്റ്യൻ, കറുപ്പ് എന്നിവരെ കൂടെ ചേർത്ത് ഒരു ടീം തന്നെ ഫോം ചെയ്യുകയുണ്ടായി. അങ്ങനെയാണ് ഇവരൊരു ഗ്യാങ് ആയി മാറിയതും ഇങ്ങനെയുള്ള പരിപാടികളൊക്കെ ചെയ്യുന്നത്. പറഞ്ഞേൽപ്പിച്ച കാര്യം കൃത്യമായിട്ട് ചെയ്ത ദാസിനെയും കൂട്ടരെയും അവിടെ നിന്ന് മാറ്റിക്കാണ് അരസ് ചെയ്യുന്നത്. ആ ഒരു കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഒരു പോലീസ് ഉദ്യോഗസ്ഥനും എത്തുന്നുണ്ട്. ബ്ലാസ്റ്റ് നടന്ന പാലത്തിലാണ് അവരിപ്പോൾ നിൽക്കുന്നത്. എന്നിട്ട് അവിടെ മറ്റുള്ളവരാരും പ്രവേശിക്കാതിരിക്കാനായിട്ട് ബാരിക്കേഡൊക്കെ വെച്ചുകൊണ്ട് നിൽക്കുന്ന സമയം അവിടേക്ക് ഒരു ഭാര്യയും ഭർത്താവും മകനും നടന്നു വരുന്നുണ്ട്. ഭാര്യയാണെങ്കിലോ പിണങ്ങി മുൻപേ നടന്നു പോവുകയാണ്. അവർ ഭർത്താവിനെ ഒരുപാട് വഴക്ക് പറയുന്നുണ്ട്. കാരണം എന്തെന്നാൽ, ഭർത്താവിന് തന്റെ മകനെ നന്നായിട്ട് പഠിപ്പിക്കണം, അതും ഇംഗ്ലീഷ് മീഡിയത്തിൽ ചേർത്ത് പഠിപ്പിക്കണമെന്നാണ് ആഗ്രഹം. അവരുടെ കുടുംബത്തില് ആരെങ്കിലും ഇംഗ്ലീഷ് മീഡിയത്തിൽ പഠിച്ച് നല്ല ജോലിയൊക്കെ വാങ്ങണം, ഇതായിരുന്നു ഭർത്താവിന്റെ ആഗ്രഹം. മകനെ നന്നായിട്ട് പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് അവർക്ക് കുടുംബസ്വത്തായി കിട്ടിയ ആകെ ഉണ്ടായിരുന്ന കൃഷിഭൂമി ഭർത്താവ് വിറ്റു. 7 ലക്ഷം രൂപയായിട്ടാണ് ഇപ്പോൾ വരുന്നത്. ഭർത്താവിന്റെ കൈവശം, അതായത് ഭർത്താവിന്റെ അരയില് ഒരു തോർത്ത് കൊണ്ട് 7 ലക്ഷം രൂപ കെട്ടിവെച്ചിട്ടുണ്ട്. ഭാര്യയ്ക്ക് അതൊട്ടും ഇഷ്ടമായതേയില്ല. ആകെ ഉണ്ടായിരുന്ന വസ്തു വിറ്റിട്ടാണോ നിങ്ങൾ മകനെ പഠിപ്പിക്കാൻ പോകുന്നതെന്നൊക്കെ പറഞ്ഞിട്ടാണ് അവർ വഴക്ക് പറഞ്ഞുകൊണ്ട് പോകുന്നത്. അതേസമയം അവർ 3 പേരും പാലത്തിലേക്ക് എത്തുന്നു. അവിടെ പോലീസുകാരൊക്കെ നിൽക്കുകയാണല്ലോ. ആ പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലോ ഇതിൽ കൂടെ ഉണ്ടായിരുന്ന ആ സ്ത്രീയുടെ ഭർത്താവിനെ അവിടെ പിടിച്ചു നിർത്തുന്നു. ഈ ബാരിക്കേഡൊക്കെ ഒന്ന് പറക്കി വെക്കുവാനായിട്ടാണ് അയാളോട് ആവശ്യപ്പെടുന്നത്. അങ്ങനെ അയാളാണെങ്കിലോ തന്റെ ഭാര്യയും മകനെയും സേഫ് ആയിട്ട് അവിടെ നിന്ന് പറഞ്ഞുവിടും. ഭാര്യ മകനെയും കൂട്ടി പോവുകയും ചെയ്യും. എന്താ നിന്റെ അരയിലെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ ചോദിക്കുമ്പോൾ, സാറേ, എന്റെ മകനെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ട് എനിക്ക് ആകെ ഉണ്ടായിരുന്ന വസ്തു വിറ്റു. 7 ലക്ഷം രൂപ കിട്ടി. ആ 7 ലക്ഷം രൂപയാണ് ഞാൻ ദേ ഈ തോർത്തിൽ കെട്ടിവെച്ചിരിക്കുന്നതെന്ന് പോലീസ് ഉദ്യോഗസ്ഥന് കാണിച്ചു കൊടുക്കുന്നു. അത് കാണുന്ന പോലീസ് ഉദ്യോഗസ്ഥന്റെ കണ്ണ് മഞ്ഞളിക്കുകയാണ്. തന്റെ ഭർത്താവിനെ കാണാത്തത് കൊണ്ട് ഭാര്യയും മകനും തിരക്കി വരുമ്പോഴോ അവിടെ പോലീസുകാരുമില്ല, തന്റെ ഭർത്താവുമില്ല. എവിടെ പോയെന്നറിയാതെ അവരവിടെ മാകെ അന്വേഷിക്കുമ്പോഴോ ആ പയ്യനാണെങ്കിൽ കനാലിനുള്ളിൽ ചെറിയൊരു തോർത്ത് കിടക്കുന്നത് കാണുന്നു. ആ തോർത്തിൽ മുഴുവൻ ബ്ലഡും പറ്റിയിരിക്കുന്നുണ്ട്. ആ തോർത്ത് തന്റെ അച്ഛന്റെ അരയിൽ കെട്ടിയിരുന്നതാണ്, അതായത് കാശ് പൊതിഞ്ഞു വെച്ചിരുന്ന തോർത്ത്. അത് കാണുന്ന അമ്മയും മകനും കൂടി ആ തോർത്തെടുത്ത് വെച്ച് പൊട്ടിക്കരയുന്നു. തന്റെ ഭർത്താവിന് എന്തോ സംഭവിച്ചു എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. അവർ നേരെ എത്തുന്നത് ദാസിനും കൂട്ടർക്കും അടുത്തേക്കാണ്. അവിടെ അവരുടെ ഗ്യാങ് മുഴുവനും ഉണ്ടായിരുന്നു. നടന്നു വരുന്ന വഴിയിൽ ആ പാലത്തിൽ വെച്ച് പോലീസുകാർ പിടിച്ചു നിർത്തുകയുണ്ടായി. പിന്നെ തന്റെ ഭർത്താവ് തിരികെ വന്നില്ല. എന്ത് സംഭവിച്ചെന്നറിയത്തില്ല. കയ്യിൽ കാശുമുണ്ടായിരുന്നു എന്ന് പറഞ്ഞാണ് ഭാര്യ കരയുന്നത്. ഭർത്താവിനെ കാണാത്തത് കൊണ്ട് പോലീസ് സ്റ്റേഷനിൽ ചെന്നപ്പോൾ പോലീസ് ഉദ്യോഗസ്ഥർ അവരെ വഴക്കു പറയുകയാണ് ചെയ്തത്. ഇനി ഇവിടെ കിടന്ന് ബഹളമുണ്ടാക്കി കഴിഞ്ഞാൽ മോഷണ കുറ്റത്തിൽ പിടിച്ച് അകത്തിടുമെന്ന് പറഞ്ഞ് വഴക്ക് പറയുകയും ചെയ്തു എന്ന് പറഞ്ഞ് ഭാര്യ പൊട്ടിക്കരയുന്നു. ആ അമ്മയും മകനും കരഞ്ഞു പറയുന്നത് കേട്ട്
ദാസിന് ആകെ സങ്കടമാവുകയാണ്. ഇവർ അങ്ങനെ ഒരു ബ്ലാസ്റ്റ് ഉണ്ടാക്കിയത് കൊണ്ടല്ലേ ഇപ്പോൾ ഈ പാവങ്ങൾക്ക് ഇങ്ങനൊരു അവസ്ഥ വന്നത്. അവർക്ക് ഈ ഒരു അവസ്ഥ വരാൻ നമ്മളും കാരണമല്ലേ എന്ന് ദാസ് ചിന്തിക്കുന്നു. അവരെ എങ്ങനെയെങ്കിലും സഹായിക്കണമെന്നും ദാസ് മറ്റു കൂട്ടാളികളോട് പറയുകയാണ്. പക്ഷേ കിറ്റിക്ക് വലിയ താല്പര്യമില്ല. എങ്കിലും ദാസിന്റെ നിർബന്ധത്തിന് അവസാനം കിറ്റിയും വഴങ്ങുന്നു. അരസിനും ദാസിനും ബാക്കിയുള്ളവർക്ക് എല്ലാവർക്കും ഉറപ്പായിരുന്നു പോലീസ് ഉദ്യോഗസ്ഥൻ ഉറപ്പായിട്ടും അയാളെ കൊന്നു കാണുമെന്ന്. എന്തായാലും അയാളിപ്പോൾ ജീവനോട് കൂടി മിക്കവാറും കാണില്ല. പക്ഷേ അയാൾ കഷ്ടപ്പെട്ട് കൊണ്ടുവന്ന കാശെങ്കിലും നേടിക്കൊടുക്കണം. ആ കുട്ടിയുടെ പഠിത്തത്തിന് വേണ്ടിയിട്ടല്ലേ കാശ് ഒപ്പിച്ചു കൊണ്ടുവന്നത്. അതവർക്ക് വാങ്ങിക്കൊടുക്കണമെന്നും ദാസ് തീരുമാനിക്കുന്നു. അങ്ങനെ അവർ പോലീസ് ഉദ്യോഗസ്ഥനുള്ളിടത്തേക്ക് എത്തുകയാണ്. ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലോ തന്റെ കൂട്ടാളിക്കൊപ്പം മദ്യപിച്ചു കൊണ്ടിരിക്കുന്ന സമയം അവിടേക്ക് ദാസും കൂട്ടരും എത്തുകയാണ്. ഗണ്ണ് ഫയർ ചെയ്യുന്നത് കേൾക്കുമ്പോൾ തന്നെ കൂട്ടാളി അവിടെ നിന്നും രക്ഷപ്പെട്ടോടുന്നു. പോലീസ് ഉദ്യോഗസ്ഥനെ ടോർച്ചർ ചെയ്യുകയാണ് ദാസും കൂട്ടരും. എവിടെയാടാ അയാളെ ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അവനിപ്പോൾ ജീവനോട് കൂടിയില്ല. ആ പാലത്തിനടുത്തുള്ള കുറ്റിക്കാട്ടിൽ അവന്റെ ഡെഡ് ബോഡി ഉപേക്ഷിച്ചിട്ടുണ്ട് എന്നുള്ള കാര്യം പോലീസ് ഉദ്യോഗസ്ഥൻ പറയുന്നു. അത് കേൾക്കുമ്പോൾ ദാസിന് വല്ലാതെ ദേഷ്യം വരികയും ടോർച്ചറിന്റെ അളവ് കൂട്ടിക്കൊണ്ടേയിരുന്നു. അയാളുടെ കയ്യിൽ നിന്ന് നീ സ്വന്തമാക്കിയ 7 ലക്ഷം രൂപ എവിടെയെന്ന് ചോദിക്കുമ്പോൾ അത് ഞാൻ ചിലവാക്കിയെന്നാണ് പോലീസ് ഉദ്യോഗസ്ഥൻ മറുപടി പറയുന്നത്. അത് കേട്ടതും ദാസിന് വല്ലാതെ ദേഷ്യം വരികയും പോലീസ് ഉദ്യോഗസ്ഥന്റെ കഥ കഴിക്കുകയും ചെയ്യുന്നു. എന്നിട്ടവർ നേരെ എത്തിയിരിക്കുന്നത് അരസിനടുത്തേക്കാണ്. എന്തായാലും ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ കൊന്നുകഴിഞ്ഞാൽ ഉറപ്പായിട്ടും പോലീസുകാർ ഇളകുമല്ലോ. അത് വലിയ പ്രശ്നമാവുകയും ചെയ്യും. ഇനി നിങ്ങൾ ഇവിടെ നിൽക്കണ്ട, ഈ റോഡിലുള്ള ഹാപ്പി ലോഡ്ജിലേക്ക് പോ. ഹാപ്പി ലോഡ്ജ് നടത്തുന്ന യുവരാജനെ എനിക്ക് നന്നായിട്ട് അറിയാം. യുവരാജിന് ഞാൻ കാശൊക്കെ കൊടുത്ത് സെറ്റ് ആക്കിയിട്ടുണ്ട്. ഈ പ്രശ്നമെല്ലാം സോൾവ് ആയിട്ട് നിങ്ങൾ ഇവിടേക്ക് വന്നാൽ മതിയെന്ന് അരസ് പറയുന്നു. എന്നാൽ ദാസിന്റെ ആവശ്യം ആ കുട്ടിയുടെ അച്ഛൻ കഷ്ടപ്പെട്ട് വസ്തുവൊക്കെ വിറ്റത് കുട്ടിയുടെ പഠിത്തത്തിന് വേണ്ടിയിട്ടല്ലേ. ആ കാശ് നമുക്ക് എങ്ങനെയെങ്കിലും കൊടുക്കണം. കാരണം അവർക്ക് ഇങ്ങനെയൊന്നും സംഭവിക്കുവാനായിട്ട് കാരണം നമ്മളല്ലേ. നമ്മൾ കാരണമല്ലേ അവർക്ക് അങ്ങനെയൊക്കെ സംഭവിച്ചത്. അതുകൊണ്ട് കാശ് നമുക്ക് അവരെ ഏൽപ്പിക്കണമെന്നും ദാസ് ആവശ്യപ്പെടുന്നു. കാശെല്ലാം ഞാൻ റെഡിയാക്കാം. കാശ് റെഡിയായ ഉടനെ തന്നെ ഞാൻ നിങ്ങളെ വിവരം അറിയിക്കും. അത് കഴിഞ്ഞ് നിങ്ങൾ ആന്ധ്രയിലേക്ക് ബോർഡർ കടന്നു പോകണം. ബോർഡർ കടക്കുവാനായിട്ടും ഞാൻ ആളിനെല്ലാം റെഡിയാക്കിയിട്ടുണ്ട് എന്നുള്ള കാര്യമൊക്കെ പറഞ്ഞാണ് അരസ് അവരെ ഹാപ്പി ലോഡ്ജിലേക്ക് പറഞ്ഞു വിടുന്നത്. അങ്ങനെ ദാസും കൂട്ടരും ഹാപ്പി ലോഡ്ജിലേക്ക് എത്തുകയാണ്. ലോഡ്ജിലെത്തി അവർ സംസാരിച്ചിരിക്കുകയും ചെയ്യുന്നുണ്ട്. സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിനിടയിൽ സെബാസ്റ്റ്യൻ ദാസിനോട് പറയുന്നുണ്ട്, അരസൊക്കെ വിവാഹം കഴിച്ച് ഭാര്യയും ഒരു മകനുമൊക്കെയുണ്ട്. നമ്മൾക്കോ? നമുക്കും ഒരു കുടുംബവും കുട്ടികളും ഒക്കെ വേണ്ടേ? നമുക്കും വിവാഹമൊക്കെ കഴിക്കണ്ടേ എന്ന് സെബാസ്റ്റ്യൻ ദാസിനോട് പറയുമ്പോൾ ദാസിന് അതിനൊന്നും വലിയ താല്പര്യമേ ഇല്ല. അതേ സമയമായിരുന്നു താഴെ നിന്നും ഒരു പാട്ട് കേൾക്കുന്നത്. പാട്ട് കേട്ട ഉടനെ തന്നെ ദാസ് വെപ്രാളപ്പെട്ട് താഴേക്ക് പോകുന്നു. കാരണം എന്തെന്നാൽ ദാസ് കുട്ടിയായിരുന്നപ്പോൾ അവന്റെ അമ്മ എപ്പോഴും ഈ പാട്ട് പാടുമായിരുന്നു. അമ്മയുടെ മരണശേഷം അമ്മ പാടിയ അതേ പാട്ട് അച്ഛൻ എപ്പോഴും കേട്ടുകൊണ്ടിരിക്കുന്നതും അവൻ കുട്ടിക്കാലത്തെ കാണുന്നതായിരുന്നു. അന്ന് അമ്മ പാടിയ അതേ പാട്ട് തന്നെയാണ് ദേ ഇപ്പോൾ താഴെ നിന്നും കേൾക്കുന്നത്. അതാരാണ് പാടുന്നതെന്ന് അറിയുവാൻ വേണ്ടിയിട്ടാണ് ദാസ് താഴേക്ക് എത്തിയത്. നോക്കുമ്പോഴോ ചുവന്ന സാരിയൊക്കെ എടുത്ത് സുന്ദരിയായ ഒരു പെൺകുട്ടി നിൽക്കുന്നു. അവളുടെ പേര് പാർവതി എന്നാണ്. പാർവതി പാടുന്നത് കേൾക്കുമ്പോഴെല്ലാം ദാസിന് തന്റെ അമ്മയെ തന്നെ ഓർമ്മ വന്നുകൊണ്ടേയിരുന്നു. അതേസമയം അവിടെ ഇരുന്ന് മദ്യപിച്ചു കൊണ്ടിരുന്ന ഒരുത്തനാണെങ്കിൽ വല്ലാതെ ബഹളം വെക്കുന്നു. ദേഷ്യം വന്ന ദാസ് അവനിട്ട് രണ്ടു കൊടുക്കുകയാണ്. പാട്ട് തീരുന്നത് വരെ ഒന്നും മിണ്ടരുതെന്നാണ് ദാസ് പറയുന്നത്. എന്നാൽ ദാസിന്റെ പ്രവൃത്തിയെന്നും അവിടെ നിൽക്കുന്ന ആളിന് അത്ര ഇഷ്ടമായതേയില്ല. അയാൾ വന്ന് ദാസുമായിട്ട് പ്രശ്നമുണ്ടാക്കുമ്പോഴോ ഞങ്ങളുടെ അണ്ണനായ അരസ് നിങ്ങൾക്ക് കാശ് തന്നിട്ടല്ലേ ഞങ്ങളെ ഇവിടെ നിർത്തിയിരിക്കുന്നത്. അതുകൊണ്ട് ഇതൊക്കെ അഡ്ജസ്റ്റ് ചെയ്തേ പറ്റൂ എന്നാണ് ദാസ് പറയുന്നത്. അങ്ങനെ വീണ്ടും ദാസ് മദ്യപിക്കുവാനായും ഇരിക്കുന്നു. അതേസമയം സെബാസ്റ്റ്യനും കിട്ടിയുമൊക്കെ താഴേക്കിറങ്ങി വരികയാണ്. പാർവതിയോട് വീണ്ടും പാടുവാനായും ആവശ്യപ്പെടുന്നു. പാർവതി ദാസിനെ തന്നെ ശ്രദ്ധിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നാൽ സെബാസ്റ്റ്യൻ ദാസിനെ അവിടെ നിന്നും വിളിച്ചു കൊണ്ടുപോകുന്നു. ദാസിനാണെങ്കിലോ പാർവതിക്ക് മേൽ ചെറിയൊരു ഫീലിങ്സ് ഉണ്ടാവുകയാണ്. അവളോട് ചെറിയൊരു ഇഷ്ടമൊക്കെ തോന്നുന്നു. പിന്നീട് അങ്ങോട്ടുള്ള ദിവസങ്ങളെല്ലാം പാർവതിയെ തന്നെയാണ് ദാസ് ശ്രദ്ധിക്കുന്നത്. പാർവതിയോട് സംസാരിക്കുവാനായിട്ട് ഒരു അവസരത്തിന് വേണ്ടിയിട്ട് ദാസ് തേടി നടക്കുകയാണ്. ഒരിക്കൽ ദാസിന് പാർവതിയോട് സംസാരിക്കുവാനായിട്ട് അവസരം കിട്ടുന്നു. പാർവതിയുടെ റൂമിനടുത്തേക്ക് എത്തുകയാണ് ദാസ്. പാർവതിയുടെ മനസ്സിൽ നീറി പുകഞ്ഞുകൊണ്ടിരിക്കുന്ന എന്തോ സങ്കടമുണ്ടെന്ന് ദാസിന് മനസ്സിലായി. അവളെ പരിചയപ്പെടുകയാണ് ദാസ്. എന്നാൽ ദാസുമായിട്ട് അധികം സംസാരിക്കുവാനൊന്നും പാർവതി കൂട്ടാക്കുന്നതേയില്ല. ദാസ് പാർവതിയോട് ചോദിക്കുന്നത്, നിങ്ങൾ ഇഷ്ടപ്പെട്ട ജോലിയല്ലേ നിങ്ങൾ ഈ ചെയ്യുന്നത്? പിന്നെ എന്താ പ്രശ്നം? ഞാൻ എനിക്ക് ഇഷ്ടമല്ലാത്ത ജോലിയായി ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നതായിരുന്നു ദാസ് പറയുന്നത്. എന്നാൽ പാർവതിയുടെ മറുപടി, എനിക്കിഷ്ടപ്പെട്ടാണ് ഞാൻ ഈ ജോലി ചെയ്യുന്നതെന്നാണോ നിങ്ങൾ കരുതിയിരിക്കുന്നത്? എനിക്കും എല്ലാവരെയും പോലെ നല്ല ആഗ്രഹമുണ്ട് ഒരാൾ പാടുന്നതെല്ലാം കേട്ട് കാണികളെ പോലെ ആ ഒരു വേദിയിൽ ഇരിക്കണമെന്ന്. അത് കേട്ട ദാസ് നാളെ ഇതേ സമയം താഴേക്ക് വരണം.
പക്ഷേ നാളെ പാട്ടിനായിട്ട് കയറരുത്. നമുക്ക് എല്ലാവരെയും പോലെ അവിടെ ഇരുന്ന് പാട്ട് കേൾക്കാമെന്നും പറഞ്ഞിട്ടാണ് ദാസ് അവിടെ നിന്ന് പോകുന്നത്. വരില്ല എന്ന് പാർവതി മനസ്സിൽ കരുതുന്നുണ്ട്. എന്നാൽ അടുത്ത ദിവസം അതേ സമയമായപ്പോൾ പാർവതി നല്ല സുന്ദരിയായി ഒരുങ്ങുകയാണ്. എന്നിട്ട് അവളാണെങ്കിലോ തനിക്ക് തലവേദനയാണെന്ന് കൂടെ ഉണ്ടായിരുന്ന പെൺകുട്ടിയോട് പറഞ്ഞു. ആ പെൺകുട്ടിയാണ് ഇത്തവണ പാടുവാനായും പോകുന്നത്. എന്നിട്ട് പാർവതി ഒരുങ്ങി നേരെ ദാസനടുത്തേക്കും എത്തുന്നു. അവൻ മദ്യപിക്കുവാനായി ഇരിക്കുമ്പോഴോ പാർവതിയും അവിടെ ഇരിക്കുന്നുണ്ട്. രണ്ടുപേരും പരസ്പരം പരിചയപ്പെടുകയാണ്. പാർവതിയുടെ ബാക്ക്ഗ്രൗണ്ടിനെ കുറിച്ച് ദാസ് അന്വേഷിക്കുമ്പോൾ കുട്ടിയായിരുന്ന സമയത്തെ പാർവതിക്ക് ഒരു പാട്ടുകാരിയാകണമെന്ന് നല്ല ആഗ്രഹമുണ്ടായിരുന്നു. പക്ഷേ വീട്ടുകാരൊക്കെ അതിനെതിരാണ്. സിംഗർ ആകണമെന്ന ആഗ്രഹത്തോടു കൂടിയാണ് പാർവതി വീട് വിട്ടിറങ്ങുന്നത്. എന്നിട്ട് ചെന്നൈയിലെത്തി അവിടെ വെച്ചൊരു മ്യൂസിക് ഡയറക്ടറുമായിട്ട് പരിചയത്തിലാകുന്നു. ആ ഒരു ഫ്രണ്ട്ഷിപ്പ് അവസാനം പ്രണയത്തിലേക്ക് പോവുകയാണ്. പ്രണയത്തിലായതിനു ശേഷമാണ് താനൊരു ടോക്സിക് റിലേഷൻഷിപ്പിലാണെന്നുള്ള കാര്യം പാർവതിക്ക് മനസ്സിലായത്. അതോടുകൂടി ആ ഒരു ബന്ധം അവസാനിപ്പിച്ചു. അതിനുശേഷമാണ് പല ജോലികളും അന്വേഷിച്ച് ഞാൻ ഇറങ്ങിയത്. എന്നിട്ടേ അവസാനം ഈ ഒരു ഹോട്ടലിൽ പാട്ട് പാടുവാനായും വന്നെത്തി. ഇതാണ് എന്റെ ജോലി. പക്ഷേ ഞാനിത് ഇഷ്ടപ്പെട്ട് ചെയ്യുന്നതല്ല എന്നുള്ള കാര്യമാണ് പാർവതി പറയുന്നത്. പാർവതിയുടെ കുടുംബത്തിന്റെ കാര്യം നോക്കുകയാണെങ്കിൽ അച്ഛനും അമ്മയും ഇതുവരെയായിട്ടും പാർവതി ഒന്ന് തിരിഞ്ഞു പോലും നോക്കിയിട്ടില്ല. അവൾക്ക് ആകെയുണ്ടായിരുന്ന ചേച്ചിയും കുട്ടിക്കാലത്തെ വീട്ടുകാർക്ക് നഷ്ടമായി പോയി. എവിടെയാണെന്നോ എന്താണെന്നോ ഒന്നും തന്നെ അറിയത്തില്ല. ചേച്ചിയെ അന്വേഷിച്ചിട്ടും ഇതുവരെയായിട്ടും കണ്ടുകിട്ടിയതുമില്ല എന്നുള്ള കാര്യമാണ് പാർവതി പറയുന്നത്. പാർവതിയുടെ കഥയെല്ലാം കേട്ട് ദാസിനും വളരെ സങ്കടമാവുകയാണ്. ദാസ് തന്റെ അമ്മയുടെ ഫോട്ടോയൊക്കെ പാർവതിക്ക് കാണിച്ചു കൊടുക്കുന്നു. അമ്മ തന്റെ കുട്ടിക്കാലത്തെ മരണപ്പെട്ടു പോയെന്നുള്ള കാര്യമൊക്കെ ദാസ് പറയുകയാണ്. അങ്ങനെ രണ്ടുപേരും അന്നേ ദിവസം പിരിയും. ദാസിനോട് പാർവതിക്കും പ്രണയമുണ്ട്, പാർവതിയോട് ദാസിനും പ്രണയമുണ്ട്. പക്ഷേ രണ്ടുപേരും അത് പരസ്പരം തുറന്നു പറഞ്ഞിട്ടേയില്ല. ആ ഹോട്ടൽ നടത്തുന്ന യുവരാജിന് ദാസിനോട് നല്ല ദേഷ്യമുണ്ട്. പാർവതിയോട് അവൻ സംസാരിക്കുന്നതും അവളുമായിട്ട് ഇടപഴകുന്നതെല്ലാം യുവരാജും കൂട്ടരും ശ്രദ്ധിക്കുന്നു. അതിന്റെ ദേഷ്യം യുവരാജിനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ദാസിനെയും കൂട്ടരെയും ഒന്ന് വിരട്ടുന്നതിന് വേണ്ടിയിട്ട് കുറച്ച് ആളുകളെ യുവരാജ് പറഞ്ഞു വിടുന്നു. എന്നാൽ വന്നവരുമായിട്ട് ദാസും കൂട്ടരും വലിയ ഫൈറ്റ് തന്നെ നടക്കും. ഒടുവിൽ യുവരാജും അവിടേക്ക് വരുമ്പോഴോ യുവരാജിനെയും തല്ലുകയാണ്. അതോടുകൂടി യുവരാജിന് ദാസിനോടും കൂട്ടരോടും വല്ലാത്ത ദേഷ്യമായി. ആ സീൻ അവിടെ കട്ടായി. മരിച്ചുപോയ പോലീസ് ഉദ്യോഗസ്ഥന്റെ കേസ് അന്വേഷിക്കുന്നതിന് വേണ്ടിയിട്ട് ഭോജരാജ് എന്നൊരു പോലീസ് ഉദ്യോഗസ്ഥൻ ചാർജ് എടുക്കുകയാണ്. ഈ ഭോജരാജ് ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലും ഈ സിനിമയിലെ വില്ലൻ എന്ന് വേണമെങ്കിൽ നമുക്ക് പറയാം. ഭോജരാജ പോലീസ് ഉദ്യോഗസ്ഥന്റെ മരണം അന്വേഷിക്കുന്ന സമയത്താണ് പോലീസ് ഉദ്യോഗസ്ഥന്റെ മരണത്തിനും വെപ്പൺസൊക്കെ മോഷണം പോയതിനും കണക്ഷനുണ്ട്. ഇത് രണ്ടും ചെയ്തത് ഒരേ ആളുകളാണെന്നും ഭോജരാജയ്ക്ക് മനസ്സിലായി. അവരെ എത്രയും വേഗം കണ്ടെത്തണമെന്നും ഭോജരാജ് തീരുമാനിക്കുന്നു. ഭോജരാജ വിവാഹവും കഴിച്ചിട്ടില്ല, കുട്ടികളുമില്ല. അതുകൊണ്ട് തന്നെ അങ്ങനെയുള്ള കമ്മിറ്റ്മെന്റ്സിനോടൊന്നും ഭോജരാജയ്ക്ക് വലിയ താല്പര്യവുമില്ലാത്ത ആളാണ്. അതൊന്നും അയാൾക്ക് അത്ര ഇഷ്ടമേ അല്ല. അങ്ങനെ നടക്കുന്ന ഒരാൾക്ക് മറ്റൊരാളുടെ ഫീലിങ്സും ഇമോഷനൊന്നും ഒട്ടും തന്നെ മനസ്സിലാകത്തേയില്ലല്ലോ. കണ്ണിൽ ചോരയില്ലാത്ത ഒരുത്തൻ എന്ന് വേണമെങ്കിൽ നമുക്ക് അയാളെ പറയാം. ഹാപ്പി ലോഡ്ജ് നടത്തുന്ന യുവരാജിന് ദാസിനോടും കൂട്ടരോടും നല്ല ദേഷ്യമുണ്ടല്ലോ. അതുകൊണ്ട് തന്നെ ഉടനെ ഭോജരാജയെ വിളിച്ചിട്ട് പോലീസ് ഉദ്യോഗസ്ഥനെ കൊന്നിട്ട് ദാസും കൂട്ടരും ഈ ഒരു ലോഡ്ജിൽ വന്നാണ് ഒളിച്ചിരിക്കുന്നതെന്ന് അറിയിക്കുന്നു. അതോടുകൂടി ഒരു ഹിന്റ് കിട്ടിയ ഭോജരാജ അവരെ പിടികൂടുവാൻ വേണ്ടിയിട്ട് ഹാപ്പി ലോഡ്ജിലേക്കും എത്തുന്നു. ഇനി അവിടെ നിന്നാൽ ശരിയാകില്ല എന്ന് ചിന്തിച്ച് അരസ് പറഞ്ഞത് കൊണ്ട് തന്നെ ദാസിനെയും കൂട്ടരെയും കൂട്ടിക്കൊണ്ടു പോവുകയാണ് കിട്ടി. എന്നാൽ പോകുന്നതിന് മുൻപായിട്ട് തനിക്ക് പാർവതി ഒന്ന് കാണണമെന്ന ആഗ്രഹം ദാസിനുണ്ടാകുന്നു. ദാസ് എല്ലാവരോടും നിങ്ങൾ മുന്നോട്ട് നടക്ക്, ഞാൻ ദേ വരുന്നു എന്ന് പറഞ്ഞ് പാർവതിയെ കാണുവാൻ വേണ്ടിയിട്ട് പോകുന്നു. ദാസിനെ കാണുന്ന പാർവതിയാണെങ്കിലോ അവനെ അവോയ്ഡ് ചെയ്യുവാനായി ശ്രമിക്കും. അതേ സമയമായിരുന്നു ഭോജരാജയും കൂട്ടരും അവിടേക്ക് എത്തുന്നത്. ദാസിനെ കണ്ടതും ഭോജരാജയും കൂട്ടരും ഷൂട്ട് ചെയ്യുവാനായും ആരംഭിച്ചു. ദാസാണെങ്കിലോ പാർവതി അവിടെ നിന്നും തള്ളി മാറ്റുകയും ചെയ്യുന്നു. എന്നിട്ട് എങ്ങനെയൊക്കെയോ ആ ഒരു ഷൂട്ടിങ്ങിൽ രക്ഷപ്പെടുവാനൊക്കെ ശ്രമിക്കുന്നുണ്ട്. പക്ഷേ അതേ സമയം തന്നെയായിരുന്നു കൂടെ ഉണ്ടായിരുന്ന ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ ഷൂട്ടിംഗ് അവസാനിപ്പിക്കുവാനായും ആവശ്യപ്പെടുന്നത്. നോക്കുമ്പോഴോ പാർവതി തറയിൽ കിടക്കുകയാണ്. അവളുടെ കഴുത്തിൽ നിന്നും ഒരുപാട് ബ്ലഡ് വരുന്നുണ്ട്. പാർവതിയുടെ കഴുത്തിൽ ഒരു ബുള്ളറ്റ് കൊണ്ടിരിക്കുന്നു. എന്നാൽ അകത്തേക്ക് വരുന്ന ഭോജരാജയാണെങ്കിലോ പാർവതിയെ തന്നെ നോക്കി നിൽക്കുകയാണ്. അതേസമയം അവിടെ ഉണ്ടായിരുന്ന മറ്റൊരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിൽ, സാറേ അവൾക്ക് ജീവനുണ്ട്, നമുക്ക് എത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകാമെന്നും ഭോജരാജയോട് ആവശ്യപ്പെടും. ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോയാൽ ഹ്യൂമൻ റൈറ്റ്സ് കമ്മീഷനൊക്കെ ഇതിൽ ഇടപെടുമെന്നും ഭോജരാജ പറയുന്നു. അതേസമയം ദാസിനെയും അവർ പിടികൂടിയിട്ടുണ്ടായിരുന്നു. പാർവതി ആ ഒരു അവസ്ഥയിൽ കിടക്കുന്നത് കണ്ട് ദാസ് ആകെ തകർന്നു പോകും. അവൾക്ക് ജീവനുണ്ട്, അവളെ എത്രയും വേഗം ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുപോകണമെന്നും ദാസ് ആവശ്യപ്പെടും. എന്നാൽ ഭോജരാജ് ചെയ്യുന്നത്, ദാസിനെ പിടികൂടിയ സമയത്ത് ദാസിന്റെ കയ്യിൽ നിന്നും ഗൺ അവർക്ക് കിട്ടിയിട്ടുണ്ട്. ദാസിന്റെ കയ്യിൽ നിന്ന് കിട്ടിയ ഗണ്ണ് പോലീസുകാർ
പോലീസുകാരുടെ കണ്ണാണെന്നുള്ള കാര്യം ഭോജരാജയ്ക്ക് മനസ്സിലായി. അതോടുകൂടി ഇവരാണതെല്ലാം മോഷ്ടിച്ചു കൊണ്ടുപോയതെന്നും ഭോജരാജ ഉറപ്പിക്കുന്നു. എന്നിട്ട് ദാസന്റെ കയ്യിൽ നിന്ന് പിടികൂടിയ ഗണ്ണ് ഒരു തുണി കൊണ്ട് മൂടിയതിനു ശേഷം കയ്യിലെടുത്ത ഭോജരാജ ആ ഒരു ഗണ്ണ് കൊണ്ട് തന്നെ പാർവതിയെ ഷൂട്ട് ചെയ്ത് പാർവതിയുടെ കഥ കഴിക്കുകയാണ്. അത് കാണുന്ന ദാസ് ആകെ തകർന്നു പോകുന്നു. ദാസിന് എന്ത് ചെയ്യണമെന്നറിയാത്ത അവസ്ഥ. ദാസിനെ സ്റ്റേഷനിലേക്ക് കൊണ്ടുവന്ന് ഒരുപാട് തല്ലുന്നു. എത്ര തന്നെ ദാസിനോട് ചോദിച്ചിട്ടും അവനൊന്ന് വായി തുറക്കുന്നത് പോലുമില്ല. എവിടെയാണ് അരസുള്ളത്? നിന്റെ ബാക്കിയുള്ള ഗ്യാങ് എല്ലാം എവിടെ? അന്ന് നിങ്ങൾ കടത്തിക്കൊണ്ടുപോയ ഗൺസ് എല്ലാം എവിടെയാണ് വെച്ചിരിക്കുന്നത്? ഇതൊക്കെയാണ് പോലീസുകാർ ചോദിക്കുന്നത്. എന്നാൽ പോലീസുകാരുടെ ഒരു ചോദ്യത്തിനും ദാസ് മറുപടി കൊടുക്കുന്നില്ല. അവന്റെ മനസ്സിലെല്ലാം പാർവതിയുടെ മുഖമാണ്. ഓരോ അടി കൊള്ളുമ്പോഴും പാർവതിയുടെ മുഖം അവന്റെ മനസ്സിൽ വന്നുകൊണ്ടേയിരിക്കുന്നു. താൻ കാരണമാണല്ലോ പാർവതിക്ക് ഇങ്ങനെ സംഭവിച്ചത് എന്നൊക്കെയാണ് ദാസിന്റെ മനസ്സിൽ പകയും പ്രതികാരവും പുകഞ്ഞുകൊണ്ടേയിരുന്നു. ദാസിനെ പോലീസ് അറസ്റ്റ് ചെയ്തത് കൊണ്ട് തന്നെ കിറ്റിയും സെബാസ്റ്റ്യനും കറുപ്പും അടുത്തൊരു സേഫ് ആയിട്ടുള്ള സ്ഥലം കണ്ടുപിടിക്കുന്നു. എന്നാൽ ഭോജരാജയും കൂട്ടരും ഇവർക്ക് 3 പേർക്കും വേണ്ടിയിട്ടുള്ള അന്വേഷണവും ആരംഭിച്ചിരുന്നു. അന്നേ ദിവസം രാത്രിയായപ്പോൾ കുറച്ച് മദ്യമൊക്കെ വാങ്ങുന്നതിന് വേണ്ടിയിട്ട് 3 പേരും പുറത്തിറങ്ങിയ സമയം അവിടെ ഇവരെ തേടി പോലീസുകാരും ഉണ്ടായിരുന്നു. ഒടുവിൽ പോലീസുകാരുടെ കയ്യിൽ വന്ന് പെടുകയാണ്. 3 പേരും ഓടി രക്ഷപ്പെടുവാനായി ശ്രമിക്കും. എന്നാൽ പുറകിൽ നിന്ന് വന്ന പോലീസുകാർക്ക് എങ്ങനെയെങ്കിലും ഇവരെ ഷൂട്ട് ചെയ്യണം. ഷൂട്ട് ചെയ്യുന്നതിൽ സെബാസ്റ്റ്യൻ കൊല്ലപ്പെടുന്നു. കിറ്റിക്കും കറുപ്പിനും സെബാസ്റ്റ്യനെ രക്ഷിക്കാൻ കഴിഞ്ഞില്ല. അവർ രണ്ടുപേരും മറ്റൊരു സ്ഥലത്തേക്ക് മാറുന്നു. എന്നിട്ട് അരസിനെ വിവരമറിയിക്കുകയാണ്. സെബാസ്റ്റ്യൻ മരിച്ചതറിഞ്ഞ് അരസും ആകെ സങ്കടപ്പെടുന്നു. മാത്രമല്ല, ഇനി നിങ്ങൾ അവിടെ നിൽക്കുന്നത് ശരിയല്ല. നിങ്ങൾ ആന്ധ്രയിലേക്ക് മാറണം. നിങ്ങളെ ബോർഡർ കടത്തി വിടുവാൻ വേണ്ടിയിട്ട് ഞാൻ ഒരാളിനെ റെഡിയാക്കിയിട്ടുണ്ട്. അവൻ നിങ്ങളെ കൂട്ടിക്കൊണ്ടു പോകുവാനായിട്ട് വരും. നിങ്ങൾ എവിടെയാണ് ഒളിച്ചിരിക്കുന്നതെന്നുള്ളത് പോലീസിൽ അറിയിച്ചത് ഹാപ്പി ലോഡ്ജ് നടത്തുന്ന യുവരാജാണ്. അവൻ കാരണമാണ് നമുക്ക് നമ്മുടെ സെബാസ്റ്റ്യനെ നഷ്ടമായത്. യുവരാജന്റെ കഥ കഴിക്കണമെന്നും അരസ് ആവശ്യപ്പെടുന്നു. അതിനു വേണ്ടിയിട്ട് റെഡിയായിരിക്കുകയാണ് കിറ്റിയും കറുപ്പും. എന്നാൽ മറ്റൊരു വശത്ത് പോലീസ് എന്ത് ചോദിച്ചിട്ടും ദാസ് അതിനുള്ള ഉത്തരം കൊടുക്കുന്നതേയില്ല. എത്ര അടിച്ചിട്ടും അവൻ വായി തുറക്കുന്നില്ല. അതുകൊണ്ട് ഇനി എന്ത് ചെയ്യാനാ? ദാസിനെ അങ്ങനെ കസ്റ്റഡിയിൽ വെച്ചിട്ടും കാര്യമില്ല. പോലീസുകാരുടെ കൈകൊണ്ട് ഒരു പെൺകുട്ടിയും മരണപ്പെട്ടു പോയി. അതുകൊണ്ട് ഇനി ദാസിനെ വെച്ചേക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞ് എൻകൗണ്ടർ ചെയ്യുവാനായും തീരുമാനിക്കുന്നു. ദാസിന് നേരെ ആൾവാസമില്ലാത്ത സ്ഥലത്തേക്ക് കൊണ്ടുവരികയാണ്. എന്നാൽ അവിടെ എത്തുന്ന ദാസ് തന്നെ ഷൂട്ട് ചെയ്യുവാനായി നിൽക്കുന്ന പോലീസിന്റെ ശ്രദ്ധ തിരിപ്പിച്ചിട്ട് പോലീസിന്റെ കയ്യിൽ നിന്നും തോക്ക് കൈക്കലാക്കുന്നു. എന്നിട്ട് അവിടെ ഉണ്ടായിരുന്ന ബാക്കിയുള്ള 3 പോലീസുകാരെയും ഷൂട്ട് ചെയ്ത് അവരുടെ കഥ കഴിക്കുകയാണ്. അവിടെ നിന്നും ദാസ് രക്ഷപ്പെട്ടു പോവുകയും ചെയ്യുന്നു. ദാസ് നേരെ എത്തിയിരിക്കുന്നത് കിറ്റിയുടെയും കറുപ്പിനും അടുത്തേക്ക്. അവിടെ എത്തിയപ്പോഴാണ് തന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനായ സെബാസ്റ്റ്യൻ മരണപ്പെട്ടു പോയ വിവരം ദാസ് അറിയുന്നത്. ദാസിന്റെ ഉള്ളിലെ പക വീണ്ടും വളർന്നുകൊണ്ടേയിരുന്നു. ഇതിനെല്ലാത്തിനും കാരണമായവരെ ഇനി ജീവനോടുകൂടി വെച്ചേക്കാൻ പാടില്ല എന്നും ദാസ് തീരുമാനിക്കുന്നു. ഭോജരാജ യുവരാജ് ആദ്യമായിട്ട് തീർക്കേണ്ടത് യുവരാജിനെയാണെന്നും പ്ലാനിടും. അപ്പോഴാണ് യുവരാജ് പ്രോസ്റ്റിറ്റ്യൂഷൻ നടക്കുന്ന സ്ഥലത്തേക്ക് വരുമെന്നുള്ള വിവരം അരസ് അറിയിക്കുന്നത്. എപ്പോഴാണ് വരുന്നത്, ഏത് സ്ഥലത്താണ് വരുന്നതെന്ന് കൃത്യമായിട്ട് അരസ് പറഞ്ഞു കൊടുക്കുകയും ചെയ്യുന്നു. അവരെ കൂട്ടിക്കൊണ്ടു പോകുവാൻ വേണ്ടിയിട്ട് അരസ് ഏർപ്പാടാക്കിയ ആളും എത്തുകയാണ്. ഒരു ചുവന്ന കളർ ഒമിനിയിലാണ് അയാൾ എത്തിയിരിക്കുന്നതും. അങ്ങനെ അയാളുടെ വണ്ടിയിൽ കയറി പ്രോസ്റ്റിറ്റ്യൂഷൻ നടക്കുന്ന സ്ഥലത്തേക്കും പോകുന്നു. അവിടെ യുവരാജിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. യുവരാജിനെ എങ്ങനെയെങ്കിലും പിടികൂടണം, അത് മാത്രമായിരുന്നു അവരുടെ ലക്ഷ്യം. യുവരാജിനെ പിടികൂടണമെങ്കിൽ ഒരാൾ അകത്തേക്ക് പ്രവേശിക്കണമല്ലോ. ദാസാണ് അതിനു വേണ്ടിയിട്ട് പോകുന്നത്. ആ സ്ഥലത്താണ് കഥാനായികയായ ചന്ദ്ര ഉള്ളത്. ചന്ദ്ര ഒരു പ്രോസ്റ്റിറ്റ്യൂട്ടാണ്. ഏകദേശം 18 വർഷമായി ചന്ദ്ര അവിടെ കൊണ്ടുവന്നിട്ട്. ഇതുവരെയായിട്ടും അവൾ പുറം ലോകം കണ്ടിട്ടേയില്ല. അവിടെ നിന്നും രക്ഷപ്പെട്ട് ഓടിപ്പോകുവാനായി ശ്രമിക്കുന്നവരെ എല്ലാവരെയും ക്രൂരമായിട്ട് ടോർച്ചർ ചെയ്യുകയാണ് ചെയ്യുന്നത്. ചന്ദ്രയുടെ അടുത്തേക്ക് ഒരു ദിവസം 10 പേരെങ്കിലും വരും. അറിഞ്ഞൂടാത്ത 10 പേരോടൊപ്പം ബെഡ് ഷെയർ ചെയ്യുന്നത് കാരണം ചന്ദ്രയ്ക്ക് തന്റെ ജീവിതമേ മടുത്തിരിക്കുകയാണ്. ആരെയും ഒന്നും ചെയ്യാൻ കഴിയാതെ അവിടുത്തെ ക്രൂരതകളെല്ലാം സഹിച്ചാണ് ചന്ദ്ര ജീവിക്കുന്നത്. മാത്രമല്ല, കയറി വരുമ്പോൾ തന്നെ ക്യാരംസ് കളിക്കുന്ന കുറച്ച് പയ്യന്മാർ അവിടെ നിൽക്കും. അവന്മാർക്ക് ബോറടിക്കുന്ന സമയമെല്ലാം അവന്മാർ ചന്ദ്രയ്ക്കടുത്ത് വന്നിട്ട് ചന്ദ്രയെ ക്രൂരമായി ഉപദ്രവിക്കും. എന്നിട്ടതെല്ലാം വീഡിയോ എടുത്ത് ഇന്റർനെറ്റിലിടും. ഇതാണ് അവന്മാരുടെ മെയിൻ പരിപാടി. ചന്ദ്രയ്ക്ക് ആകെ മടുത്ത് നിൽക്കുകയാണ്. ഇവന്മാരെയൊക്കെ എന്തെങ്കിലും ചെയ്യുവാനായിട്ട് അവസരം കിട്ടുന്നതിന് വേണ്ടിയിട്ട് കാത്തിരിക്കുകയായിരുന്നു ചന്ദ്ര. അതേസമയം ഒരു കസ്റ്റമറിനെ പോലെയാണ് ദാസ് അകത്തേക്ക് കടക്കുന്നത്. ദാസിനെ ഒരു പയ്യൻ കൂട്ടിക്കൊണ്ടു പോകുന്നു. ദാസ് കയറി വരുമ്പോൾ തന്നെ ക്യാരംസ് കളിക്കുന്ന പയ്യന്മാരെയൊക്കെ ശ്രദ്ധിക്കുന്നുണ്ട്. ദാസിനെ കൊണ്ടുവന്നത് ചന്ദ്രയുടെ മുറിയിലേക്കും. ചന്ദ്ര ദാസിനെ കണ്ടതും പതിവ് പോലെ കസ്റ്റമർ വരുമ്പോൾ എങ്ങനെയാണോ പെരുമാറുന്നത് അതുപോലെ തന്നെ ചെയ്യുന്നു. എന്നാൽ ദാസ് പറയുന്നത് ഒന്നും നടക്കാൻ പോകുന്നില്ല, ഞാൻ വേറൊരു കാര്യത്തിന് വേണ്ടി വന്നതാണെന്നായിരുന്നു ദാസിന്റെ മറുപടി. അത് കേട്ടതും ചന്ദ്ര ഷോക്കായി പോകുന്നു. ചന്ദ്രയ്ക്കടുത്തേക്ക് വന്ന ആരും തന്നെ ഇതുവരെയായിട്ടും അങ്ങനെ പറഞ്ഞിട്ടേയില്ല. ചന്ദ്രയെ ദാസ് പരിചയപ്പെടുകയാണ്.
ചന്ദ്രയുടെ മുഖം കണ്ടതും ദാസിന് ആദ്യം ഓർമ്മ വന്നത് പാർവതിയാണ്. നിന്റെ സ്ഥലം എവിടെയാ, കോയമ്പത്തൂരാണോ എന്ന് ചോദിക്കുമ്പോൾ അല്ല എന്നാണ് ചന്ദ്രയുടെ മറുപടി. എന്തിനാ അങ്ങനെ ചോദിച്ചതെന്നാൽ പാർവതിക്ക് ഒരു സഹോദരി ഉണ്ടായിരുന്നെന്നും സഹോദരിയെ കുട്ടിക്കാലത്തെ കാണാതെ പോയെന്ന് പറഞ്ഞില്ലേ, പാർവതിയെ പോലെ തന്നെയാണ് ചന്ദ്രയെ കാണാനും, അതുകൊണ്ടാണ് ദാസ് അങ്ങനെ ചോദിച്ചതും. എന്നാൽ ചന്ദ്രയോട് ആദ്യമായിട്ടാണ് ഒരാൾ മാന്യമായിട്ട് പെരുമാറുന്നത്. അതുകൊണ്ട് തന്നെ തന്റെ മനസ്സിലുള്ള വിഷമങ്ങളെല്ലാം ചന്ദ്ര ദാസിനോട് തുറന്നു പറയുന്നു. ഏകദേശം ഒരു 6 വയസ്സുള്ളപ്പോഴാണ് ചന്ദ്ര അവിടെ വന്നത്. 12 വയസ്സുവരെ അവർ വളർത്തി. 12 വയസ്സിന് ശേഷം തന്നെ പുറത്തു വിടുമെന്ന് കരുതി. എന്നാൽ അങ്ങനെയല്ല ചെയ്തത്. 12 വയസ്സിന് ശേഷം തന്റെ അടുത്തേക്ക് ഏകദേശം ഒരു 10 പേരെങ്കിലും ഒരു ദിവസം വരും. അന്നു മുതൽ ഈ ഒരു ടോർച്ചർ അനുഭവിക്കുകയാണ്. എന്റെ വീട്ടുകാർ തന്നെയാണ് എന്നെ ഇവർക്ക് വിറ്റത്, അതും കാശിനു വേണ്ടിയിട്ട്. ദേ വരുന്ന വഴിയില് ക്യാരംസ് കളിക്കുന്ന കുറച്ച് പയ്യന്മാരെ കണ്ടില്ലേ? അവന്മാർക്ക് ബോറടിക്കുന്ന സമയമെല്ലാം അവന്മാർ എന്റെ അടുത്തേക്ക് വരും. എന്നെ ടോർച്ചർ ചെയ്യും. എന്നിട്ട് അതെല്ലാം എടുത്ത് ഇന്റർനെറ്റിലിടും. അതാണ് അവന്മാർ ചെയ്യുന്നത്. 10-18 വർഷമായിട്ട് ഞാൻ ഇതെല്ലാം അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇതുവരെയായിട്ടും എനിക്ക് ഇവിടെ നിന്നും മോചനം കിട്ടിയിട്ടില്ല എന്നും ചന്ദ്ര പറയുന്നു. ചന്ദ്രയെ പോലെ ഇതെല്ലാം അനുഭവിക്കുന്ന ഒരുപാട് പെൺകുട്ടികൾ അവിടെയുണ്ട് എന്നുള്ള കാര്യം ദാസിന് മനസ്സിലായി. ഞാൻ എന്റെ സങ്കടമെല്ലാം നിങ്ങളോട് തുറന്നു പറഞ്ഞത് നിങ്ങളൊരു സ്ട്രേഞ്ചർ അല്ലേ, അതുകൊണ്ട് മാത്രമാണെന്നാണ്. അതേ സമയമായിരുന്നു അവിടേക്ക് യുവരാജ് വരുന്നത്. ചന്ദ്രയുടെ റൂമിന്റെ അടുത്ത റൂമിലാണ് യുവരാജ് കയറിയതും. യുവരാജ് കയറിയെന്ന് മനസ്സിലാക്കിയ ഉടനെ തന്നെ തന്റെ കയ്യിലുണ്ടായിരുന്ന ആയുധവും എടുത്ത് യുവരാജിന്റെ റൂമിലേക്ക് പോകുന്നു. യുവരാജിന്റെ അടുത്തേക്ക് ചെന്ന് യുവരാജിനെ ക്രൂരമായി ടോർച്ചർ ചെയ്യുകയും യുവരാജിന്റെ ജീവൻ എടുക്കുകയും ചെയ്യുന്നു. ശബ്ദമെല്ലാം കേട്ട് അവിടേക്ക് ഓടി വരുന്ന എല്ലാവരെയും ക്രൂരമായി ടോർച്ചർ ചെയ്യുകയും അവരുടെ കഥ കഴിക്കുകയും ചെയ്യുന്നു. ഇതെല്ലാം റൂമിൽ നിന്ന് കണ്ടുകൊണ്ട് നിൽക്കുകയാണ് ചന്ദ്ര. ചന്ദ്രയെ ദ്രോഹിച്ച ഓരോരുത്തരും ജീവനറ്റ് വീഴുന്നതെല്ലാം കണ്ട് ചന്ദ്രയ്ക്ക് സന്തോഷിക്കണോ അതോ പേടിക്കണോ എന്നൊന്നും അറിയാത്ത അവസ്ഥയിൽ നിൽക്കുകയാണ്. അവസാനം എല്ലാവരുടെയും കഥ കഴിച്ചതിന് ശേഷം ആ സ്ഥലത്തുണ്ടായിരുന്ന പെൺകുട്ടികളെ എല്ലാവരെയും തുറന്നുവിടുന്നു. നിങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് പോയി രക്ഷപ്പെടുവാനായിട്ടും പറയും. ചന്ദ്രയ്ക്കടുത്തേക്ക് വരുന്ന ദാസ് ചന്ദ്രയോടും പോകുവാനായി പറയും. അതേസമയം ഇതിന്റെ എല്ലാത്തിന്റെയും മുതലാളിയായ ഒരാളുണ്ടല്ലോ, ഇവരെയൊക്കെ ആ സ്ഥലത്തേക്ക് കൊണ്ടുവന്ന അയാളാണെങ്കിൽ ചന്ദ്രയുടെ റൂമിൽ കുത്തുകൊണ്ട് വീണ്ടിരിക്കുകയാണ്. അയാൾക്കടുത്തേക്ക് എത്തുന്ന ദാസ്, ഇയാളാണോ നിന്നെ ഇവിടെ പിടിച്ചു വെച്ചിരിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ അതേ എന്ന് ചന്ദ്ര പറയും. ചന്ദ്രയുടെ മുന്നിലിട്ട് തന്നെ അയാളെ വെട്ടി വീഴ്ത്തുന്നു. അതിനുശേഷം അവളോടും പോകുവാനായി ആവശ്യപ്പെടുകയാണ്. ദാസ് എല്ലാം കഴിഞ്ഞ് രക്ഷപ്പെടുവാനായിട്ട് വണ്ടിയിലേക്ക് വന്ന് കയറുന്ന സമയം പുറത്തേക്കിറങ്ങുന്ന ചന്ദ്ര ആദ്യമായിട്ട് ലോകം കാണുന്നത് പോലെയാണ്. അവളുടെ എക്സൈറ്റ്മെന്റ് എല്ലാം ദാസിന് മനസ്സിലാകുന്നുണ്ട്. നിനക്ക് എവിടേക്കാ പോകേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എവിടേക്കാണ് പോകേണ്ടതെന്ന് എനിക്കറിയില്ല എന്നതാണ് ചന്ദ്രയുടെ മറുപടി. ചന്ദ്രയുടെ സിറ്റുവേഷൻ എന്താണെന്നുള്ളത് ദാസിന് നന്നായിട്ട് മനസ്സിലായത് കൊണ്ട് തന്നെ എവിടെയെങ്കിലും ഞാൻ ഇറക്കിവിടാം വാ എന്ന് പറഞ്ഞ് ചന്ദ്രയും കൂട്ടിക്കൊണ്ടു പോകുന്നു. അവർ നേരെ വന്നിരിക്കുന്നത് കല്യാണം നടക്കുന്ന ഒരു സ്ഥലത്തേക്കാണ്. അടുത്തതായിട്ട് അവർ ഒളിച്ചിരിക്കുവാനായിട്ട് കണ്ടെത്തിയത് അവരുടെ മറ്റൊരു കൂട്ടുകാരന്റെ വീടായിരുന്നു. ആ കൂട്ടുകാരൻ കല്യാണമൊക്കെ കഴിച്ച് കുടുംബമായിട്ട് സെറ്റ് ആകുവാനായിട്ടുള്ള പ്ലാനാണ്. അവിടെ എത്തുന്ന സമയത്ത് തന്റെ കൂട്ടുകാരനായ സെബാസ്റ്റ്യൻ പറഞ്ഞ കാര്യങ്ങളെല്ലാം ദാസിന് ഓർമ്മ വരുന്നു. അവർ അന്നേ ദിവസം യാത്ര ചെയ്ത് അടുത്ത ദിവസം നേരം പുലരുകയാണ്. അവരിപ്പോൾ വന്നെത്തിയിരിക്കുന്നത് ഒരു പുഴക്കരയിലും. കുറച്ചു നേരത്തേക്ക് അവിടെ വണ്ടി നിർത്തുന്നു. പുഴ കാണുന്ന ചന്ദ്ര പുഴയിലേക്ക് ഇറങ്ങുകയാണ്. ആദ്യമായിട്ടാണ് അവൾ അതൊക്കെ കാണുന്നത്. അവൾക്ക് ഈ ലോകം ഇങ്ങനെയായിരുന്നു എന്നത് മനസ്സിലാകുന്നത് തന്നെ അപ്പോഴായിരുന്നു. ചന്ദ്ര ദാസിനോട് പറയുന്നത്, ഞാൻ ഇത്രയും നാളായിട്ടും പുറം ലോകം കണ്ടിട്ടേയില്ല. ഞങ്ങളുടെയൊക്കെ ലൈഫിൽ ഏകദേശം ഒരു 35-40 വയസ്സാകുന്ന സമയത്ത് ഞങ്ങളെ കൊണ്ട് ഒരു ഉപയോഗം വന്നില്ലെങ്കിൽ അവിടെയുള്ളവർ ഞങ്ങൾക്ക് തരുന്ന ആഹാരത്തിൽ വിഷം വെച്ച് ഞങ്ങളെ കൊല്ലും. എന്റെ ജീവിതവും അങ്ങനെ അവസാനിക്കുമെന്ന് ഞാൻ കരുതിയത്. ഒരിക്കലും ഞാൻ പ്രതീക്ഷിച്ചില്ല ഞാൻ പുറം ലോകം കാണുമെന്ന്. അല്ല, നിങ്ങൾ എന്തിനാ എന്നെ രക്ഷിച്ചതെന്ന് ചന്ദ്രദാസിനോട് ചോദിക്കുമ്പോൾ 4 ചുവരിനുള്ളിൽ അടഞ്ഞുകിടക്കുന്ന എന്റെ ബുദ്ധിമുട്ട് എന്താണെന്ന് എനിക്ക് നന്നായിട്ടറിയാം. ഞാൻ കുറേ അത് അനുഭവിച്ചിട്ടുള്ളതാണ്. എന്റെ അമ്മയെ കൊന്നവരെ ഞാൻ കൊന്നു. എന്നിട്ട് ഞാൻ ജയിലിൽ പോയതാണ്, അതും എന്റെ കുട്ടിക്കാലത്ത്. ജയിലിൽ ഞാൻ ഒരുപാട് ടോർച്ചർ അനുഭവിച്ചിട്ടുണ്ട്. അതുകൊണ്ട് നിന്റെ ബുദ്ധിമുട്ട് എനിക്ക് മനസ്സിലാകുമെന്നും ദാസ് പറയുന്നു. ദാസ് ജയിലിൽ പോയതിന് കാരണം ദാസിന്റെ അമ്മയെ വസ്തു തീർക്കാൻ സംബന്ധിച്ച് ദാസിന്റെ അമ്മയുടെ സഹോദരന്മാർ കൊലപ്പെടുത്തി. എന്നാൽ ദാസ് വെറുതെ വിട്ടില്ല. മാമന്മാരെ എല്ലാവരെയും വേട്ടയാടി ദാസ് കൊന്നു, അതും കുട്ടിക്കാലത്ത്. അതുകൊണ്ട് തന്നെയാണ് ദാസിന്റെ അച്ഛൻ ഇപ്പോഴും ദാസിനോട് മിണ്ടാതിരിക്കുന്നതും. ചന്ദ്രയെ കൂടെ കൂട്ടുവാനായിട്ടും ദാസ് തീരുമാനിക്കുന്നു. എവിടെയെങ്കിലും സേഫ് ആയിട്ടുള്ള ഒരു സ്ഥലത്താക്കിയിട്ട് പോകാമെന്നാണ് ദാസിന്റെ പ്ലാൻ. അങ്ങനെ അവിടെ നിന്നും അവർ നേരെ എത്തുന്നത് കല്യാണം നടക്കുന്ന മണ്ഡപത്തിലേക്കാണ്. അവരുടെ ഒരു കൂട്ടുകാരന്റെ കല്യാണമാണ് നടക്കുന്നത്. അവിടെ വന്നിരിക്കുന്നതിന്റെ ഉദ്ദേശം എന്തെന്നാൽ വെപ്പൺസ് എല്ലാം വിറ്റതിന്റെ 10 ലക്ഷം രൂപ കാശ് മണ്ഡപത്തിലാണ് വെച്ചിരിക്കുന്നത്. ആ കാശ് വാങ്ങുന്നതിന് വേണ്ടിയിട്ടാണ് എത്തിയിരിക്കുന്നതും. അങ്ങനെ അവർക്ക് ഒരു റൂമും കാണിച്ചു കൊടുക്കുന്നു. അവിടെയാണ് 10 ലക്ഷം രൂപ വെച്ചിരിക്കുന്നത്. ആ കാശ് എടുത്തിട്ട് പോകുവാൻ വേണ്ടിയിട്ടായിരുന്നു 3 പേരുടെയും പ്ലാൻ. അതേസമയം ഈ വാനൊക്കെ ഓടിക്കുന്ന ഒരു സേട്ടില്ലേ,
ആന്ധ്ര ബോർഡർ കടത്തിവിടുവാൻ വേണ്ടിയിട്ട് അരസ് ഏർപ്പാടാക്കിയ അയാൾക്ക് ചന്ദ്രയ്ക്ക് മേലൊരു നോട്ടമുണ്ട്. ചന്ദ്രയെ അവിടെ ആക്കിയിട്ട് പോകുവാനായിരുന്നു ദാസിന്റെ പ്ലാനും. സേഫ് ആയിട്ടുള്ളൊരു സ്ഥലമല്ലേ ദാസ് നോക്കി നടന്നിരുന്നത്. എന്നാൽ ഈ സേട്ടിന് എങ്ങനെയെങ്കിലും ചന്ദ്രയെ അവിടെ നിന്ന് കൊണ്ടുപോകണം. അവളെ കൊണ്ട് ബിസിനസ് ചെയ്ത് ജീവിക്കണമെന്നാണ് സേട്ടിന്റെ പ്ലാൻ. പക്ഷേ അവളെ മോശമായിട്ട് ആരെങ്കിലും നോക്കിക്കഴിഞ്ഞാൽ തന്നെ അയാളുടെ കാര്യത്തിൽ താൻ തീരുമാനമാക്കും എന്ന രീതിയിലാണ് ദാസും നിൽക്കുന്നത്. ഇനി എന്താ പ്ലാൻ എന്ന് ചന്ദ്രയ്ക്കടുത്തെത്തി ദാസ് ചോദിക്കുന്നുണ്ട്. എന്നാൽ അതേ സമയം തന്നെയായിരുന്നു പോലീസുകാർ അവിടെയൊക്കെ വളയുന്നത്. പോലീസുകാർ ഇതെങ്ങനെ കണ്ടുപിടിച്ചെന്നാൽ സത്യത്തിൽ പോലീസുകാരുടെ കൂട്ടത്തില് അരസിന് എല്ലാ വിവരങ്ങളും ചോർത്തി കൊടുക്കുന്ന ഒരാളുണ്ടായിരുന്നു. അയാളെ ഭോജരാജ കയ്യോടെ പൊക്കുകയാണ്. അയാളെ അടിച്ച് ചോദ്യം ചെയ്യുന്ന സമയത്താണ് എവിടെയാണ് അരസുള്ളതെന്നുള്ള കാര്യം അയാൾ പറഞ്ഞു കൊടുക്കുന്നത്. അങ്ങനെ അരസുള്ള സ്ഥലത്തേക്ക് അയാൾ മുഖേന ഭോജരാജും കൂട്ടുകാരും എത്തുന്നു. അരസിന്റെ ഭാര്യയും മകനെയും ഭോജരാജ കൈക്കലാക്കി വെച്ചിരിക്കുകയാണ്. ദാസും കൂട്ടരും എവിടെയുണ്ടെന്ന് ഭോജരാജ ചോദിക്കുമ്പോൾ അരസ് തുറന്നു പറയുവാനായിട്ട് താല്പര്യം കാണിക്കില്ല. എന്നാൽ അരസിന്റെ മകനെ കൊല്ലുമെന്ന് വിരട്ടുകയും അരസിന്റെ മുന്നിലിട്ട് തന്നെ മകനെ ഉപദ്രവിക്കുവാനായി തുടങ്ങുമ്പോഴോ ഗതികെട്ട് അരസ് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നു. അവരുള്ള സ്ഥലമെല്ലാം അരസ് പറഞ്ഞു കൊടുക്കുകയാണ്. ആന്ധ്ര ബോർഡർ കടക്കുവാനായിട്ടാണ് അവരുടെ പ്ലാൻ എന്ന് മനസ്സിലാക്കിയതോടുകൂടി അതിനു മുൻപ് അവരെ പിടികൂടണമെന്നും ഭോജരാജയും കൂട്ടരും തീരുമാനിക്കുന്നു. അങ്ങനെയാണിപ്പോൾ ഈ ഒരു കല്യാണ മണ്ഡപത്തിലേക്ക് എത്തിയിരിക്കുന്നത്. അവിടെ വലിയ ഗൺ ഫയറിംഗ് ഒക്കെ നടക്കുകയാണ്. എങ്ങനെയെങ്കിലും അവിടെ നിന്ന് രക്ഷപ്പെട്ടു പോകുവാനായും തീരുമാനിക്കുന്നു. കൂടെ ചന്ദ്രയും കൂട്ടുകയാണ്. പാർവതിക്ക് സംഭവിച്ചത് ചന്ദ്രയ്ക്ക് സംഭവിക്കരുതെന്ന് ദാസനുണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ അവളെയും സേഫായിട്ട് കൊണ്ടുപോവുകയാണ്. ഒരുവിധം രക്ഷപ്പെട്ട് അവർ വാനിൽ കയറി അവിടെ നിന്ന് പോകുന്നു. എന്നാൽ പോകുന്ന വഴിയിൽ വെച്ചാണ് 10 ലക്ഷം രൂപ എടുത്തില്ല എന്നുള്ള കാര്യം ദാസനും കൂട്ടർക്കും ഓർമ്മ വരുന്നത്. അതിനു വേണ്ടിയിട്ടാണല്ലോ ഇവർ ഇത്രയും കഷ്ടപ്പെട്ടത്. ആ കുട്ടിയുടെ പഠനത്തിന് വേണ്ടിയിട്ട് അവർക്ക് ഈ ഒരു കാശും കൊടുക്കണമായിരുന്നു. എന്നാൽ കാശിപ്പോൾ കല്യാണ മണ്ഡപത്തിലല്ലേ ഉള്ളത്. അതേസമയം കാശ് ഭോജരാജയും കൂട്ടരും കണ്ടെത്തിയിരുന്നു. ഈ ഒരു കാശ് വെപ്പൺസ് വിറ്റതാണെന്നുള്ളത് അവർക്ക് മനസ്സിലായി. എന്നാൽ എങ്ങനെയെങ്കിലും ദാസിന് കാശ് സ്വന്തമാക്കണം. അതിനു വേണ്ടിയിട്ട് തിരികെ പോകാമെന്ന് ദാസ് പ്ലാൻ ചെയ്യുമ്പോൾ അതിനാരും തന്നെ സമ്മതിക്കത്തേയില്ല. പോയി കഴിഞ്ഞാൽ ഉറപ്പായിട്ടും പോലീസിന്റെ കയ്യിൽ പെടും. അതായിരുന്നു അവരുടെ പേടി. എന്നാൽ അതേസമയം ഭോജരാജ ആ കല്യാണ പയ്യനെ അടിച്ച് ചോദ്യം ചെയ്യുകയാണ്. കല്യാണ പയ്യൻ ദാസിന്റെയൊക്കെ കൂട്ടുകാരനാണല്ലോ. ദാസിന്റെയൊക്കെ അടുത്ത പ്ലാൻ എന്താണെന്ന് ചോദിക്കുമ്പോൾ 10 ലക്ഷം രൂപ വേലൂരിൽ ഏൽപ്പിക്കണം. അതിനുശേഷം അവർ ബോർഡർ കടക്കും. ആന്ധ്ര ബോർഡർ കടക്കുവാനായിട്ടാണ് അവരുടെ പ്ലാൻ എന്നുള്ള കാര്യം കൂട്ടുകാരൻ പറഞ്ഞു കൊടുക്കുന്നു. എന്നാൽ ഈ ഭോജരാജയ്ക്ക് അരസിനെ കൊന്നതിന് ശേഷമാണ് ഇവിടേക്ക് വന്നിരിക്കുന്നത്. പക്ഷെ അതൊന്നും ദാസിന് അറിയത്തേയില്ല. അരസിനെ ദാസൊക്കെ വിളിച്ചുകൊണ്ടേയിരിക്കുന്നു. പക്ഷെ അരസ് കോൾ എടുക്കുന്നതുമില്ല. അരസിന് എന്ത് സംഭവിച്ചുവെന്നും അവർക്കറിയത്തേയില്ല. ഇനി കാശിനു വേണ്ടിയിട്ട് എന്ത് ചെയ്യുമെന്നൊക്കെ അവർ ചിന്തിച്ചിരിക്കുകയാണ്. കാശില്ലാതെ ആ കുട്ടിക്ക് അടുത്തേക്ക് എങ്ങനെ പോകും? നമ്മൾ കാരണമല്ലേ കുട്ടിയുടെ പഠിത്തമേ നഷ്ടമാകാൻ പോകുന്നത്? എങ്ങനെ കാശുണ്ടാക്കുമെന്നൊക്കെ അവർ തലപുകഞ്ഞ് ആലോചിച്ചു കൊണ്ടിരിക്കുന്ന സമയം നിങ്ങൾക്ക് കാശല്ലേ വേണ്ടത്? ഞാൻ കാശൊപ്പിച്ച് തരാമെന്നും ചന്ദ്ര പറയുന്നു. ഇപ്പോൾ നമ്മളുള്ളത് ഈ റോഡിലല്ലേ? ഈ റോഡിൽ ഒരു കണ്ണൻ ലോഡ്ജുണ്ട്. അവിടേക്ക് എന്നെ കൊണ്ടുപോകണമെന്നും ആവശ്യപ്പെടുന്നു. ചന്ദ്ര പറഞ്ഞതനുസരിച്ച് കണ്ണൻ ലോഡ്ജിലേക്ക് കൊണ്ടുപോകുന്നു. ലോഡ്ജിലേക്ക് കയറിയ ചന്ദ്രയെ കാണുന്ന ലോഡ്ജിന്റെ ഉടമയാണെങ്കിലോ ആകെ ഷോക്കായി പോകുന്നു. എന്തെന്നാൽ ചന്ദ്രയ്ക്കടുത്തേക്ക് ഒരു ദിവസം ഇയാൾ വന്നിട്ടുണ്ടായിരുന്നു. ചന്ദ്രയുടെ പഴയ കസ്റ്റമറാണ്. ഈ ഒരു കാര്യമെല്ലാം ചന്ദ്ര അയാളുടെ ഫാമിലിയെ അറിയിക്കുമെന്നും കുടുംബജീവിതം തകർക്കുമെന്നും പേടിച്ച അയാളാണെങ്കിലോ 3 ലക്ഷം രൂപ ചന്ദ്രയ്ക്ക് കൊടുക്കുന്നു. ആ കാശുമായിട്ട് അവൾ നേരെ വണ്ടിക്കകത്തേക്ക് വന്ന് കയറുകയാണ്. എല്ലാവരും ഷോക്കായി പോകും. 3 ലക്ഷം രൂപ അവളുടെ കൈവശം കിട്ടിയല്ലോ. അടുത്തതായിട്ട് ചന്ദ്ര പറഞ്ഞൊരു സ്ഥലത്തേക്കും കൊണ്ടുപോകുന്നു. അവിടെ നിന്നും കുറച്ച് കാശ് കിട്ടുന്നു. പിന്നീട് ഒരു ടെക്സ്റ്റൈൽസിൽ നിന്നും ചന്ദ്രയാണെങ്കിലോ സാരിയൊക്കെ എടുത്തുകൊണ്ടാണ് ഇറങ്ങി വരുന്നത്. അവിടെ നിന്നും കുറച്ച് കാശ് കിട്ടി. ചന്ദ്രയുടെ ഓർമ്മയിലുള്ള കസ്റ്റമേഴ്സിന്റെ അടുത്ത് എല്ലായിടത്തും അവൾ പോവുകയാണ്. അവിടെ നിന്നും ഏകദേശം അവൾ 7 ലക്ഷം രൂപ ഒപ്പിച്ചിരിക്കുന്നു. പഠിത്തത്തിന് ആവശ്യമായിട്ടുള്ള കാശ് അവരുടെ കൈവശം കിട്ടിയിട്ടുണ്ട്. ഇനി ഒരാൾ കൂടിയുണ്ട്, ഒരു പോലീസ് ഉദ്യോഗസ്ഥനെന്നും ചന്ദ്ര പറയുന്നു. പോലീസ് ഉദ്യോഗസ്ഥൻ ഒരിക്കലും സേഫ് അല്ല, അതുകൊണ്ട് വേണ്ട. എന്തായാലും നമ്മുടെ ആവശ്യത്തിനുള്ള കാശായല്ലോ എന്ന് ദാസ് പറയുമ്പോഴോ കിട്ടി പറയുന്നത് അത് വേണ്ട, കുറച്ച് കാശും കൂടി കിട്ടിക്കഴിഞ്ഞാൽ നമ്മുടെ ചിലവിനുള്ളതായില്ലേ, അവസാനത്തേതല്ലേ, ആ പോലീസുകാരനെ കൂടി തൂക്കിയേക്കാമെന്നും പറയുന്നു. അങ്ങനെ പോലീസുകാരൻ ഡ്യൂട്ടി എല്ലാം കഴിഞ്ഞ് വീട്ടിലേക്ക് വരുന്ന സമയം പോലീസുകാരനെ അവരുടെ വണ്ടിയിലിട്ട് കടത്തിക്കൊണ്ടു പോകുന്നു. വിജനമായൊരു സ്ഥലത്തിലേക്കാണ് കൊണ്ടുവന്നിരിക്കുന്നത്. എന്നിട്ട് അയാളുടെ കണ്ണൊക്കെ കെട്ടി അവിടെ കെട്ടിയിരുത്തിയിരിക്കുകയാണ്. പോലീസുകാരന്റെ കൂട്ടുകാരനെയും വിവരം അറിയിച്ചു. പറഞ്ഞ കാശ് കൊണ്ടുവരണം, ഇല്ലെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥന്റെ കഥ കഴിക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ അയാൾ കാശുമായിട്ട് വരുവാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുകയാണ്. അതേസമയം കിട്ടിക്കടുത്ത് നിൽക്കുകയായിരുന്നു ദാസ്.
ദാസും കിട്ടിയും ചന്ദ്രയുടെ കാര്യമാണ് സംസാരിക്കുന്നത്. ചന്ദ്ര വാനിലിരിക്കുന്ന സമയം ചന്ദ്രയുടെ കൂടെ കറുപ്പുമുണ്ട്. എന്നാൽ കറുപ്പ് പറയുന്നത് ദാസിന്റെ മനസ്സിൽ വലിയൊരു വിഷമമുണ്ട്. അവനാദ്യം പാർവതി എന്ന പെൺകുട്ടിയെ സ്നേഹിച്ചിരുന്നു. കോയമ്പത്തൂരുള്ളതായിരുന്നു അവൾ. അവളുടെ നാട്ടിൽ നിന്നും ചെന്നൈയിലേക്ക് എത്തിപ്പെട്ടതാണ് പാർവതി. പിന്നീട് അവൾ ലോഡ്ജിൽ പാടുവാൻ വേണ്ടിയിട്ടൊക്കെ എത്തി. ദാസന്റെ കൺമുന്നിൽ വെച്ചാണ് പാർവതിയെ പോലീസുകാർ കൊന്നുകളഞ്ഞത്. അതുകൊണ്ട് നിനക്കും എങ്ങനെ സംഭവിക്കുമോ എന്നൊരു പേടി അവനുണ്ട് എന്നുള്ള കാര്യമൊക്കെ കറുപ്പ് പറയുന്നു. അല്ല, ഈ പാർവതി എന്നെ പോലെയാണോ കാണാനെന്ന് ചോദിക്കുമ്പോൾ അതെ, നിന്നെപ്പോലെ തന്നെയാണെന്നുള്ള കാര്യം കറുപ്പ് പറയുന്നു. അതോടുകൂടി ചന്ദ്രയ്ക്ക് ഒരു കാര്യം മനസ്സിലായി. പാർവതിയെ പോലെയാണ് താൻ കാണാൻ എന്നുള്ളത് കൊണ്ട് തന്നെയാണ് ദാസിന് തന്നോട് ഇത്ര കാര്യമെന്നുള്ളത് അവൾക്ക് മനസ്സിലായി. എന്നാൽ ദാസിനെ അങ്ങനെ വിടുവാനായിട്ട് ചന്ദ്ര കൂട്ടാക്കിയതേയില്ല. ഇനി എന്ത് വന്നാലും ദാസിനൊപ്പം താൻ നിൽക്കുമെന്നും ചന്ദ്ര തീരുമാനിക്കും. പോലീസ് ഉദ്യോഗസ്ഥന്റെ കൂട്ടുകാരൻ കാശ് കൊണ്ടുവന്നത് കൊണ്ട് തന്നെ പോലീസ് ഉദ്യോഗസ്ഥനെ പറഞ്ഞു വിടുന്നു. എന്നാൽ അതേസമയം ചന്ദ്ര ഒരു കാര്യം കൂടി പറയുന്നുണ്ട്. ഇനി ഒരു ഡോക്ടർ കൂടിയുണ്ട്, അതാണ് അവസാനത്തേത്. ഇനി ഞാൻ ആരെയും പറയില്ല എന്ന് ചന്ദ്ര പറയും. എന്നാൽ ദാസ് അതിന് തയ്യാറാകുന്നില്ല. വരുന്ന മഹാലക്ഷ്മി എന്തിനാ തള്ളിക്കളയുന്നത്? അവസാനത്തതിലെ ഇതും കൂടി നമുക്ക് നോക്കിയിട്ട് വിട്ടുകളയാമെന്നും കൂട്ടുകാരനായി കിറ്റി പറയുന്നു. കിറ്റി പറയുന്നതനുസരിച്ച് എല്ലാവരും നേരെ എത്തുന്നത് ഹോസ്പിറ്റലിലേക്കും. ചന്ദ്ര ഒറ്റയ്ക്കാണ് അകത്തേക്ക് കയറി പോകുന്നത്. ഡോക്ടറിനെ കാണുമ്പോഴോ ഡോക്ടർ ചന്ദ്രയോട് ചന്ദ്ര, നീ എങ്ങനെ ഇവിടെയെന്ന് ചോദിക്കുമ്പോൾ തന്റെ കയ്യിലുണ്ടായിരുന്ന ഗണ്ണെടുത്ത് ആ ഡോക്ടറിനെ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തുന്നു. ബഹളമെല്ലാം കേട്ട് ദാസ് അകത്തേക്ക് ഓടി വരികയാണ്. അപ്പോഴേക്കും ഡോക്ടറിന്റെ കഥ കഴിഞ്ഞിരുന്നു. ചന്ദ്ര ഉറക്കെ കരയുകയാണ്. അവളുടെ മനസ്സിലുള്ള സങ്കടമെല്ലാം അവൾ കരഞ്ഞു തീർക്കുന്നു. കാരണം എന്തെന്നാൽ അവരുടെ ആ ഒരു ലോഡ്ജിലുണ്ടായിരുന്ന സ്ത്രീകളുടെ എല്ലാവരുടെയും ഗർഭപാത്രം ഈ ഡോക്ടർ റിമൂവ് ചെയ്തിരുന്നു. അവിടെയുള്ള ഒരു പെൺകുട്ടികൾക്കും ഗർഭപാത്രം എന്നൊരു സാധനമില്ല. അത് എടുത്തു കളഞ്ഞത് ഈ ഡോക്ടറാണ്. അതിനു വേണ്ടിയിട്ടാണ് അവൾ പ്രതികാരം വീട്ടുവാൻ വേണ്ടിയിട്ട് എത്തിയിരിക്കുന്നത്. ഡോക്ടറിന്റെ കഥ കഴിച്ചതും ചന്ദ്രയെ അവിടെ നിന്നും സേഫായിട്ട് ദാസ് കൂട്ടിക്കൊണ്ടു പോവുകയും ചെയ്യുന്നു. എന്നാൽ ഈ ഡോക്ടറിനെ കൊല ചെയ്ത വിവരം പോലീസ് ഉദ്യോഗസ്ഥർ അറിയുകയാണ്. ഇതിനു പിന്നിലും ദാസും കൂട്ടരുമാണെന്ന് ഭോജരാജയ്ക്ക് മനസ്സിലായി. എങ്ങനെയെങ്കിലും അവരെ പിടികൂടണമെന്നും ഭോജരാജയും കൂട്ടരും തീരുമാനിക്കും. പോലീസുകാർ എന്തായാലും അവർക്ക് പിന്നാലെയുണ്ടെന്നുള്ള കാര്യം ദാസിനും കൂട്ടർക്കും അറിയാവുന്നത് കൊണ്ട് അടുത്ത ദിവസം തന്നെ ആന്ധ്ര ബോർഡർ കടക്കണമെന്നും തീരുമാനിക്കുന്നു. അന്നേ ദിവസം രാത്രി കഴിഞ്ഞുകൂടുവാൻ വേണ്ടിയിട്ട് ആ പരിസരത്തുള്ള ഒരു റൈസ് മില്ലിലേക്കാണ് എത്തുന്നത്. ആ റൈസ് മിൽ നടത്തുന്ന ആളും അയാളുടെ ഭാര്യയും മാത്രമായിരുന്നു ഉണ്ടായിരുന്നത്. പിന്നെ ഒരു പൊടിക്കുഞ്ഞും. അവിടെയാണ് അന്നേ ദിവസം രാത്രി അവർ കഴിഞ്ഞുകൂടുവാനായും തീരുമാനിച്ചിരിക്കുന്നത്. റൈസ് മിൽ നടത്തുന്ന ആളിനെയും ഭാര്യയും തോക്ക് ചൂണ്ടി കിറ്റി വിരട്ടുമ്പോഴോ ഏയ്, അങ്ങനെയൊന്നും ചെയ്യരുത്, നമ്മൾ ഇന്ന് രാത്രി ഇവിടെ ഉണ്ടാകും, നാളെ രാവിലെ പൊയ്ക്കോളാമെന്നും ദാസ് പറയുന്നു. തൊട്ടിൽ കിടക്കുന്ന കുഞ്ഞിനെ കാണുന്ന ചന്ദ്രയ്ക്ക് ആകെ സങ്കടം. സങ്കടപ്പെട്ട് നിൽക്കുന്ന ചന്ദ്രയ്ക്കടുത്തേക്ക് ദാസ് എത്തുമ്പോൾ എനിക്ക് ഒരിക്കലും അമ്മയാകാൻ കഴിയില്ല. എന്റെ 16 വയസ്സുള്ളപ്പോൾ ആ ഡോക്ടർ എന്റെ യൂട്രസ് റിമൂവ് ചെയ്തു കളഞ്ഞു. എന്നിട്ട് എന്റെ മുഖത്ത് നോക്കി ചിരിച്ചുകൊണ്ട് ഒരിക്കലും നിനക്ക് അമ്മയാകാൻ കഴിയില്ല എന്ന് അയാൾ പറഞ്ഞുവെന്ന് പറഞ്ഞ് ചന്ദ്ര പൊട്ടിക്കരയുകയാണ്. അങ്ങനെ അടുത്ത ദിവസം രാവിലെ തന്നെ അവരെല്ലാവരും പോകുവാനായും ഇറങ്ങുന്നു. എന്നാൽ ദാസിന് മനസ്സ് വന്നില്ല. തന്റെ കയ്യിലുണ്ടായിരുന്ന കുറച്ച് കാശെടുത്ത് ആ ഒരു റൈസ് മിൽ നടത്തുന്ന ആളിനും ഭാര്യയ്ക്കും കൊടുക്കുവാൻ വേണ്ടിയിട്ട് എത്തുകയാണ്. അയാളുടെ കയ്യിൽ കാശ് കൊടുക്കുവാനായി ഒരുങ്ങുന്ന അതേ സമയം തന്നെയായിരുന്നു അവിടേക്ക് പോലീസുകാരെത്തുന്നത്. ഇവരെല്ലാവരും അവിടെ വന്നതുകൊണ്ട് പേടിച്ച റൈസ് മിൽ നടത്തുന്ന ആള് പോലീസിനെ വിവരം അറിയിച്ചിരുന്നു. പക്ഷേ ദാസ് കയ്യിൽ കാശ് കൊടുക്കുമ്പോഴാണ് താൻ ചെയ്തത് തെറ്റായി പോയല്ലോ എന്നുള്ള കാര്യം അയാൾക്ക് ഓർമ്മ വരുന്നതും അയാൾ വല്ലാതെ സങ്കടപ്പെടുന്നു. അവരുടെ കൺമുന്നിലൂടെ തന്നെ ദാസിനെ പോലീസുകാർ കൊണ്ടുപോവുകയാണ്. എന്നാൽ ഇതെല്ലാം മാറി നിന്ന് കാണുകയാണ് ചന്ദ്രയും കിറ്റിയും കറുപ്പുമൊക്കെ. ഇനി ഇവിടെ നിന്നാൽ ശരിയാകില്ല എന്നവർ ചിന്തിക്കുന്നു. ചന്ദ്രയാണെങ്കിലോ വല്ലാതെ ബഹളം വയ്ക്കുവാനായി തുടങ്ങുമ്പോൾ അങ്ങനെയൊന്നും ചെയ്യരുത്, എങ്കിൽ നമ്മളെ കൂടി പോലീസുകാർ കൊണ്ടുപോകും, ഒരിക്കലും രക്ഷപ്പെടാൻ കഴിയില്ല എന്ന് അവർ പറഞ്ഞിട്ട് ചന്ദ്രയെ അവിടെ നിന്നും കൂട്ടിക്കൊണ്ടു പോകുന്നു. പോലീസ് കസ്റ്റഡിയിലാണ് ഇപ്പോൾ ദാസ് ഉള്ളത്. ലോക്കൽ പോലീസ് സ്റ്റേഷനിലേക്കാണ് ദാസിനെ കൊണ്ടുവന്നിരിക്കുന്നതും. ലോക്കൽ പോലീസ് സ്റ്റേഷനിലുള്ള SI ആണെങ്കിൽ ഭോജരാജിനെ വിവരം അറിയിക്കുന്നു. ഞാൻ വരുന്നത് വരെ തന്നെ അവനെ സേഫ് ആയിട്ട് വെച്ചിരിക്കണമെന്നുള്ള കാര്യവും ഭോജരാജ പറയുന്നു. എന്നാൽ ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥനാണെങ്കിലോ ദാസിനെ വല്ലാതെ ടോർച്ചർ ചെയ്യുകയാണ്. ആ ഡോക്ടറിനെ കൊന്നത് നിന്റെയൊക്കെ കൂടെ കറങ്ങി നടക്കുന്ന ഒരു പെണ്ണല്ലേ, അവളെ എന്തായാലും കയ്യിൽ കിട്ടട്ടെ, നിന്റെ മുന്നിൽ വെച്ച് തന്നെ അവളെ ഞാൻ നശിപ്പിക്കുമെന്നുള്ള രീതിയിലാണ് പോലീസ് ഉദ്യോഗസ്ഥൻ സംസാരിക്കുന്നത്. എന്നാൽ അത് കേട്ട് ദാസിന് വല്ലാതെ ദേഷ്യം വരുന്നു. മാത്രവുമല്ല അവളെ ഒരു മോശമായിട്ടുള്ള വാക്കും വിളിക്കുന്നുണ്ട്. ദാസ് ദേഷ്യം കൊണ്ട് തിളയ്ക്കുകയാണ്. എന്തായാലും ദാസ് ഇല്ലാതെ ഞാൻ വരില്ല എന്ന് ചന്ദ്ര സ്ട്രോങ് ആയി തന്നെ നിൽക്കുന്നു. അത് കേട്ട് കറുപ്പും ചന്ദ്രയെ സപ്പോർട്ട് ചെയ്യുകയാണ്. നമ്മുടെ ദാസല്ലേ, നമുക്ക് ദാസിനെ രക്ഷിക്കാമെന്നും കിറ്റിയോട് പറയുന്നു. പക്ഷേ എങ്ങനെ രക്ഷിക്കണം, ഏത് ചെയ്യണമെന്നുള്ളതെന്നും അവർക്കറിയത്തില്ല. ഇവർ സംസാരിക്കുന്നതെല്ലാം കേട്ടുകൊണ്ട് നിൽക്കുന്ന സേട്ട് നിങ്ങൾക്ക് ദാസിനെ രക്ഷിക്കണം,
അതിന് എന്റെ കയ്യിൽ ഒരു ഐഡിയ ഉണ്ടെന്നുള്ള കാര്യം അയാൾ പറയുന്നു. എന്ത് ഐഡിയ എന്ന് ചന്ദ്ര ചോദിക്കുമ്പോൾ അത് ഞാൻ പറഞ്ഞു തരണമെങ്കിൽ നീ എന്റെ കൂടെ കിടക്കണമെന്നും അയാൾ ആവശ്യപ്പെടുന്നു. അതിന് ചന്ദ്ര തയ്യാറാവുകയാണ്. ദാസിനെ രക്ഷിക്കുവാൻ വേണ്ടിയിട്ട് ഏത് എക്സ്ട്രീം വരെ പോകുവാനായിട്ടും ചന്ദ്ര തയ്യാറാണെന്ന് ഇതിൽ നിന്ന് മനസ്സിലായല്ലോ. അങ്ങനെ അടുത്ത സീനിൽ കാണിക്കുന്നത് ചന്ദ്രയും കൂട്ടരും നേരെ പോലീസ് സ്റ്റേഷനിലേക്കും എത്തുന്നു. ചന്ദ്രയ്ക്ക് സ്റ്റേഷനുള്ളിലേക്ക് കയറണം. അവളൊരു പുതപ്പൊക്കെ ദേഹത്തോട് മൂടിയിട്ടാണ് അകത്തേക്ക് കടക്കുന്നത്. അതേസമയം ചന്ദ്ര കയറുവാനായിട്ട് ഒരുങ്ങുന്ന ആ ടൈമിൽ തന്നെ കിട്ടിയും കറുപ്പും ചേർന്ന് പോലീസ് സ്റ്റേഷന് മുന്നിലേക്ക് ബോംബെറിയുന്നു. അതേ ഗ്യാപ്പിലാണ് ചന്ദ്ര അകത്തേക്ക് കടക്കുന്നതും. തന്റെ ദേഹത്തുള്ള പുതപ്പെടുത്ത് മാറ്റുമ്പോൾ അവളുടെ ഇടുപ്പിലായിട്ട് 2 തോക്കുണ്ട്. ആ തോക്ക് രണ്ടും കയ്യിലെടുത്തിട്ട് വരുന്ന പോലീസുകാരെയെല്ലാം അവൾ ഷൂട്ട് ചെയ്ത് വീഴ്ത്തുന്നു. എന്നിട്ട് ദാസിനടുത്തെത്തിയിട്ട് ഒരു തോക്ക് അവന് കൈമാറുകയാണ്. ഞാൻ ജീവനോട് കൂടിയിരിക്കുമ്പോൾ നിനക്കൊന്നും സംഭവിക്കില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ചന്ദ്ര തോക്ക് ദാസിന് കൈമാറുന്നത്. അത് കേൾക്കുന്ന ദാസിന് അപ്പോൾ മുതൽ ചന്ദ്രയോട് പ്രണയം തോന്നി തുടങ്ങുന്നു. അങ്ങനെ അവിടെ നിന്നും 2 പേരും രക്ഷപ്പെട്ട് പുറത്തേക്ക് വരികയാണ്. തന്റെ ഓപ്പോസിറ്റ് വരുന്ന പോലീസുകാരെ എല്ലാവരെയും വെടിവെച്ച് വീഴ്ത്തുന്നു. രക്ഷപ്പെടുന്നതിന് മുൻപ് ആ ഒരു ഇൻസ്പെക്ടറിന്റെ അടുത്തേക്ക് എത്തിയിട്ട്, എന്താ നിങ്ങൾ പറഞ്ഞത്? എന്റെ മുന്നിൽ വെച്ച് അവളെ നശിപ്പിക്കുമെന്നല്ലേ? അവളുടെ പേരെന്താണെന്ന് നിങ്ങൾ ഒരു മോശം വാക്ക് പറഞ്ഞില്ലേ? അവളുടെ പേര് ചന്ദ്ര എന്ന് പറഞ്ഞിട്ട് അയാളെയും ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തുകയാണ്. അതിനുശേഷം നേരെ വണ്ടിയിൽ കയറി അവിടെ നിന്ന് പോകുന്നു. എന്നാൽ ഒരു സ്ഥലത്തിറങ്ങി റെസ്റ്റ് ചെയ്യുന്ന സമയം ചന്ദ്ര വണ്ടിയിലിരിക്കുകയാണ്. ദാസും കറുപ്പും കിറ്റിയും പുറത്തു നിൽക്കുന്നു. ദാസിനോട് കിറ്റി പറയുന്നുണ്ട്, അവളെ ഒരിക്കലും നമ്മുടെ കൂടെ കൂട്ടണ്ട. അവളെ പറഞ്ഞുവിട്. അവൾ ശരിയാകില്ല. നിന്നെ രക്ഷിക്കണമെങ്കിൽ സേട്ടിനൊപ്പം കിടക്കണമെന്ന് അയാൾ പറഞ്ഞപ്പോൾ അതിനുവരെ അവൾ തയ്യാറായി എന്നുള്ള കാര്യം കിറ്റി പറയുന്നു. അവൾ മോശമായൊരു പെൺകുട്ടിയാണെന്ന് കിറ്റി പറയുമ്പോൾ, ഡേയ് അങ്ങനെയല്ലടാ, നിന്നെ രക്ഷിക്കുന്നതിന് വേണ്ടിയിട്ടാ അവൾ ഏത് എക്സ്ട്രീം വരെ പോകുവാനായിട്ടും തയ്യാറായതെന്ന് കറുപ്പും പറയുന്നു. എന്നാൽ അതേസമയം വണ്ടിയിലിരിക്കുകയായിരുന്ന ചന്ദ്രയ്ക്കടുത്തേക്ക് ആ സേട്ട് വരികയാണ്. ചന്ദ്ര, നീ എന്റെ കൂടെ വാ. നമുക്ക് ഒരുപാട് കാശുണ്ടാക്കാം. നീ ചെയ്തിരുന്ന ജോലി തന്നെ വീണ്ടും തുടർന്നാൽ മതി എന്നുള്ള കാര്യം അയാൾ പറയുമ്പോൾ, ഇപ്പോൾ ഞാൻ ദേഷ്യത്തിലിരിക്കുകയാണ്. എന്റെ അടുത്തുനിന്ന് മാറുന്നതാ നിനക്ക് നല്ലതെന്ന് ദേഷ്യത്തോടു കൂടി ചന്ദ്ര പറയുമ്പോൾ, ഇപ്പോൾ നീ അങ്ങ് പതിവ്രതയോ എന്ന് പറഞ്ഞ് അവളെ മോശമായിട്ടുള്ള ഒരു വാക്ക് വിളിക്കുന്നു. അതേ സമയമായിരുന്നു അവിടേക്ക് ദാസ് വരുന്നത്. ഞാൻ എന്തിനാണ് ആ ഒരു പോലീസ് സ്റ്റേഷനിലുള്ള പോലീസ് ഉദ്യോഗസ്ഥന്റെ തല ചിതറിച്ചതെന്ന് നിനക്കറിയാവോ? ചന്ദ്രയെ മോശമായിട്ട് പറഞ്ഞതുകൊണ്ട്, അവളെ മോശമായ കണ്ണിലൂടെ കണ്ടതുകൊണ്ട്, നീയും സൂക്ഷിച്ചോ എന്നുള്ള രീതിയിലൊക്കെ പറയുമ്പോൾ അയാൾ പേടിച്ച് ആ വണ്ടിയിൽ നിന്നും ഇറങ്ങുന്നു. എന്നാൽ അതോടുകൂടി സേട്ടിന് വല്ലാതെ ദേഷ്യമാവുകയാണ്. എവിടെയാണ് ദാസും കൂട്ടരും ഉള്ളതെന്നുള്ള വിവരം ഭോജരാജയെ സേട്ട് അറിയിക്കുകയും ചെയ്യുന്നു. അന്നു മുതൽ അവർക്കെതിരായി മാറുകയാണ് സേട്ട്. സേട്ട് പറഞ്ഞു കൊടുത്തതനുസരിച്ച് ദാസും കൂട്ടരുമുള്ള സ്ഥലത്തേക്ക് പോലീസുകാരെത്തുന്നു. അവിടെ മുഴുവൻ പോലീസ് വളയുകയാണ്. എന്നാൽ ഇത് ദാസിന് മനസ്സിലാകുന്നതേയില്ല. ദാസും കൂട്ടരും സംസാരിച്ചു കൊണ്ട് നിൽക്കുന്ന സമയം തന്നെയായിരുന്നു കൂടെ ഉണ്ടായിരുന്ന കറുപ്പിനെ ഷൂട്ട് ചെയ്ത് കൊലപ്പെടുത്തുന്നത്. അപ്പോഴേക്കും അവിടെ പോലീസ് വന്നു എന്നുള്ള കാര്യം അവർക്ക് മനസ്സിലായി. പോലീസുകാർ തുരുതുരാ വെടിവെക്കുവാനായും ആരംഭിച്ചു. ഈ ഷൂട്ടിനിടയിൽ സേട്ട് ഒരു കാര്യം ചെയ്യും. വണ്ടിക്കുള്ളിൽ ചന്ദ്രയുമുണ്ട്, പണമടങ്ങിയ ബാഗുമുണ്ട്. ആ വണ്ടിയും എടുത്ത് അവിടെ നിന്ന് പോവുകയാണ്. ചന്ദ്ര വണ്ടിയിൽ നിന്നും പുറത്തു കടക്കുവാൻ വേണ്ടിയിട്ട് ഒരുപാട് ശ്രമിക്കും. പക്ഷേ നടക്കുന്നതേയില്ല. ഒരു വിധത്തിൽ സേട്ട് വണ്ടി നിർത്തുന്നതുമില്ല. തന്റെ കയ്യിലുണ്ടായിരുന്ന കത്തി ഉപയോഗിച്ച് സേട്ടിനെ കുത്തുന്നു. ഒടുവിൽ സേട്ട് വണ്ടി നിർത്തുകയാണ്. വണ്ടിയിൽ നിന്നും സേട്ട് പുറത്തേക്ക് ഇറങ്ങി ഓടുന്നു. ആ ഒരു ഗ്യാപ്പിൽ തന്നെ ചന്ദ്ര പുറത്തേക്ക് ഇറങ്ങുകയാണ്. അവരെ പിടികൂടുവാനായി വന്ന പോലീസ് ഉദ്യോഗസ്ഥരെ എല്ലാവരെയും ഷൂട്ട് ചെയ്ത് വീഴ്ത്തുകയാണ്. ഒരു പോലീസ് ഉദ്യോഗസ്ഥനെ മാത്രം ജീവനോട് കൂടി വെച്ചിട്ടുണ്ട്. എന്നിട്ട് അയാളെ കൊണ്ട് ഭോജരാജിന് കോള് ചെയ്യിപ്പിക്കുന്നു. അപ്പോൾ ഭോജരാജ് ഉള്ളത് ദാസിന്റെ വീടിന്റെ പരിസരത്താണ്. ദാസ് എപ്പോഴായാലും തന്റെ അച്ഛനെ കാണാൻ വരുമെന്ന പ്രതീക്ഷ അവർക്കുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ദാസിന്റെ അച്ഛന്റെ കടയുടെ പരിസരത്ത് തന്നെ വെയിറ്റ് ചെയ്യുന്നത്. അപ്പോഴാണ് പോലീസ് ഉദ്യോഗസ്ഥൻ കോള് ചെയ്യുന്നത്. എത്രയും വേഗം ഈ സ്ഥലത്തേക്ക് വരണം. ഞാൻ അവരെ രണ്ടുപേരെയും പിടികൂടി വെച്ചിട്ടുണ്ടെന്ന് പോലീസ് ഉദ്യോഗസ്ഥൻ കള്ളം പറയുന്നു. ഉടനെ തന്നെ ഭോജരാജയും കൂട്ടരും ഇൻസ്പെക്ടർ പറഞ്ഞ സ്ഥലത്തേക്കും തിരിക്കുന്നു. എന്നാൽ അവരുടെ ആവശ്യം കഴിഞ്ഞതുകൊണ്ട് തന്നെ ഇൻസ്പെക്ടറിന്റെ കഥ കഴിക്കുകയാണ് കിറ്റിയും ദാസും ചേർന്ന്. കൂട്ടുകാരനായ കറുപ്പിന്റെ മൃതദേഹം അവിടെ തന്നെ കുഴിച്ചുമൂടുകയും ചെയ്യുന്നുണ്ട്. കറുപ്പിന്റെ മരണത്തിന് കാരണമായ സെബാസ്റ്റിന്റെയും പാർവതിയുടെയും മരണത്തിന് കാരണമായ ഭോജരാജെ ഇനി ജീവനോടുകൂടി വെച്ചേക്കാൻ പാടില്ല എന്ന് അവർ തീരുമാനിക്കും. ഭോജരാജയോട് ഒരു ഒഴിഞ്ഞ ബിൽഡിംഗാണ് പറഞ്ഞു കൊടുത്തിരിക്കുന്നത്. അതേ സ്ഥലത്തേക്ക് പോയി കിട്ടി ഒളിച്ചിരിക്കും. തന്റെ അച്ഛനെ പോയി കണ്ടിട്ട് ആ ഒരു കുട്ടിക്കും കാശ് ഏൽപ്പിച്ചിട്ട് വരാമെന്ന് പറഞ്ഞ് ദാസും ചന്ദ്രയും അവിടെ നിന്ന് തിരിക്കുന്നു. ആ സീൻ അവിടെ കട്ടായി സിനിമയുടെ തുടക്കത്തിൽ കാണിച്ച രംഗമാണ് കാണിക്കുന്നത്. ദാസിന്റെ അച്ഛനടുത്തേക്ക് മോട്ടോർ ശരിയാക്കുവാൻ വേണ്ടിട്ട് ഒരാളെത്തിയില്ലേ, അയാളോടാണ് ദാസിനെ കുറിച്ചുള്ള കാര്യമെല്ലാം അച്ഛൻ പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. എന്നാൽ മോട്ടോർ ശരിയാക്കുവാൻ വന്ന ആള് പറയുന്നത്, നിങ്ങൾ ഇപ്പോഴും കരുതിയിരിക്കുന്നത് നിങ്ങളുടെ മകൻ വളരെ മോശമായിട്ടുള്ള ഒരാളാണെന്നല്ലേ? പക്ഷേ നിങ്ങളുടെ മകൻ ചെയ്ത നല്ല കാര്യം എന്താണെന്ന് നിങ്ങൾക്കറിയണ്ടേ? എന്റെ മകനാണെങ്കിൽ അവന്റെ പേരിലുള്ള വസ്തു എല്ലാം വിറ്റു. 7 ലക്ഷം രൂപ കിട്ടി. അത് അവന്റെ മകനെ പഠിപ്പിക്കുന്നതിന് വേണ്ടിയിട്ടാണ്. അതിനുള്ള ദേഷ്യം എനിക്ക് എന്റെ മകനോടുണ്ടായിരുന്നു. എന്നാൽ അവൻ കാശുമായി പോകുന്ന സമയം
ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ അവനെ തടഞ്ഞു നിർത്തി. പിന്നീട് അവൻ എവിടെയാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയത്തേയില്ല. ഞങ്ങൾ പോലീസ് സ്റ്റേഷനിൽ തന്നെ അത് അന്വേഷിക്കുവാൻ വേണ്ടിയിട്ടെത്തി. പക്ഷേ ഞങ്ങളെ അവിടെ നിന്നും അടിച്ചു ഓടിക്കുകയാണ് ചെയ്യുന്നത്. സാധാരണ ജനങ്ങൾ തെറ്റ് ചെയ്താൽ അത് ചോദിക്കാൻ പോലീസുണ്ട്. പോലീസ് തെറ്റ് ചെയ്താൽ ആരാ ചോദിക്കേണ്ടത്? അങ്ങനെയാ ഞങ്ങൾ ദാസിനടുത്തെത്തിയത്. ദാസിനോട് ഈ ഒരു കാര്യം പറഞ്ഞതേയുള്ളൂ. ദാസ് പോലീസ് ഉദ്യോഗസ്ഥനോട് ചെന്ന് ചോദിച്ച് ആ ഒരു പോലീസ് ഉദ്യോഗസ്ഥൻ എന്താണ് എന്റെ മകന് ചെയ്തതെന്ന് കണ്ടുപിടിച്ചു. എന്നിട്ട് അയാളുടെ കഥ കഴിക്കുകയും ചെയ്തു. എന്റെ മകനെ ആ പോലീസ് ഉദ്യോഗസ്ഥൻ ക്രൂരമായിട്ട് കൊന്നുകളയുകയാണ് ചെയ്തത്. കാശും അവരെടുത്തുകൊണ്ട് പോയി. ഞങ്ങൾക്ക് നീതി വാങ്ങിത്തന്നത് നിങ്ങളുടെ മകനാണ്. നിങ്ങൾ ചെയ്ത ഏറ്റവും നല്ല കാര്യം നിങ്ങളുടെ മകന് ജന്മം നൽകിയതാണ്. ഇനിയും ആ മകനോട് ദേഷ്യവും വെറുപ്പും കാണിച്ചിട്ട് കാര്യമില്ല എന്നുള്ള കാര്യമൊക്കെ ആ വയസ്സായാൾ പറഞ്ഞിട്ട് പോകുവാനായി ഇറങ്ങുന്നു. അതേ സമയമായിരുന്നു അവിടേക്ക് ദാസും ചന്ദ്രയും വരുന്നത്. ദാസ് കയ്യിലൊരു ബാഗുമായിട്ടാണ് വരുന്നത്. എന്നിട്ട് തന്റെ കയ്യിലുണ്ടായിരുന്ന പണമടങ്ങിയ ബാഗ് ആ വയസ്സായ ആളിനെ ഏൽപ്പിക്കുന്നു. അയാൾക്കൊപ്പം അയാളുടെ ചെറുമകനുമുണ്ട്. നന്നായിട്ട് പഠിക്കണം, നിന്റെ അച്ഛന്റെ ആഗ്രഹമാണെന്ന് ദാസ് പ്രത്യേകം പറയുന്നു. അതിനുശേഷം നേരെ തന്റെ അച്ഛന്റെ അടുത്തേക്ക് വരികയാണ്. അവനോട് മിണ്ടെന്നൊക്കെ ആ വയസ്സായാൽ ആംഗ്യം കാണിക്കുന്നുമുണ്ട്. അങ്ങനെ ദാസ് തന്റെ അച്ഛനടുത്തേക്ക് എത്തുമ്പോഴും അയാൾ മിണ്ടുവാനായിട്ടൊന്നും വലിയ താല്പര്യമൊന്നും കാണിക്കുന്നതേയില്ല. ബലം പിടിച്ച് തന്നെ നിൽക്കുകയാണ്. ദാസ് വളരെ ഇമോഷണലായാണ് തന്റെ അച്ഛനോട് സംസാരിക്കുന്നത്. ദാസിനൊപ്പം ഒരു പെൺകുട്ടി നിൽക്കുന്നത് അച്ഛൻ കാണുന്നു. ഇവനെ വിശ്വസിച്ചാണോ നീ ഇവനോട് കൂടി വന്നിരിക്കുന്നത്? എങ്കിൽ നിന്റെ ജീവിതമേ പോയി. നീ വേണമെങ്കിൽ പോയി രക്ഷപ്പെട്ടോ എന്ന് അച്ഛൻ പറയുമ്പോൾ ചന്ദ്ര ചിരിക്കുന്നു. എന്തായാലും ഞാൻ പോയിട്ട് തിരികെ വരികയാണെങ്കിൽ നമുക്ക് അച്ഛനും മകനും ചേർന്ന് ഒരു ജീവിതം ഒന്നുകൂടി ആരംഭിക്കാമെന്നും ദാസ് പറയുന്നു. ആ ആ, ശരി ശരി, നോക്കാമെന്ന് അച്ഛനും പറയുന്നുണ്ട്. അങ്ങനെ ദാസ് അവിടെ നിന്ന് പോകുന്നു. അതേ സമയം തന്നെയായിരുന്നു ഭോജരാജും കൂട്ടരും കിട്ടി പറഞ്ഞ സ്ഥലത്തേക്ക് എത്തുന്നത്. അവിടെ വെച്ച് കിട്ടി അവരെ ഷൂട്ട് ചെയ്യുവാനായും ആരംഭിക്കുന്നു. പോലീസുകാരും കിട്ടിയെ ഷൂട്ട് ചെയ്യുകയാണ്. ഒടുവിൽ കിട്ടിക്കും വെടിയേൽക്കുന്നു. കിട്ടി വേദന കൊണ്ട് പുളയുന്ന സമയമാണ് അവിടേക്ക് ദാസും ചന്ദ്രയും എത്തുന്നത്. ദാസും ചന്ദ്രയും എത്താൻ കുറച്ചു സമയം വൈകിയിരുന്നെങ്കിൽ കിട്ടിയുടെ കഥ കഴിഞ്ഞേനെ. അതേസമയം തന്നെ അവിടെ എത്തിയ ദാസും ചന്ദ്രയും ചേർന്ന് അവിടെയുണ്ടായിരുന്ന പോലീസുകാരെ എല്ലാവരെയും ഷൂട്ട് ചെയ്യുന്നു. അവസാനം ഇനിയുള്ളത് ഭോജരാജയാണ്. ഭോജരാജയുടെയും കഥ കഴിക്കുകയും ചെയ്യും. ദാസ് തന്റെ പ്രതികാരമെല്ലാം തീർക്കുകയാണ്. എന്നാൽ അതേസമയം അവിടെ വെടികൊണ്ടതിൽ ജീവനുണ്ടായിരുന്ന പോലീസ് ഉദ്യോഗസ്ഥർക്ക് വേണ്ടി ആംബുലൻസും ഏർപ്പാടാക്കി കൊടുക്കുന്നു. അതിനുശേഷം കിട്ടിയും കൊണ്ട് അവർ നേരെ എത്തിയിരിക്കുന്നത് കിട്ടിയുടെ സഹോദരനടുത്തേക്കാണ്. സഹോദരനടുത്ത് കിട്ടിയെ കൊണ്ടുവന്ന് ആക്കുന്ന സമയത്ത് കിട്ടി പറയുന്നുണ്ട്, എടാ, ഇവൾ നിന്റെ കൂടെയുണ്ടെങ്കിൽ നിനക്കൊന്നും സംഭവിക്കില്ല. ഇവൾ നല്ല പെണ്ണാണ്. ഇവളെ നീ കൂടെ കൂട്ടണമെന്നും ദാസിനോട് കിട്ടി പറയുന്നു. അത് കേൾക്കുന്നതും ചന്ദ്രയ്ക്ക് ഒരുപാട് സന്തോഷമാകും. ചന്ദ്ര വന്ന അന്നു മുതൽ കിട്ടിക്ക് ചന്ദ്രയെ ഒട്ടും തന്നെ ഇഷ്ടമേ അല്ല. അവള് വേണ്ട വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടിരുന്ന കിട്ടിയപ്പോൾ അവളെ സ്വീകരിക്കുവാനായിട്ടാണ് ദാസിനോട് പറയുന്നത്. അങ്ങനെ ദാസിനും സന്തോഷമാവുകയാണ്. പോകുന്നതിന് മുൻപ് ചന്ദ്ര ഓടി വന്ന് കിട്ടിയെ ഒന്ന് കെട്ടിപ്പിടിച്ചിട്ടാണ് അവിടെ നിന്ന് പോകുന്നത്. പോകുന്ന സമയത്ത് ദാസിന്റെ തോളിലേക്ക് ചാരി കിടക്കുകയാണ് ചന്ദ്ര. രണ്ടുപേരും പുതിയൊരു ജീവിതം ആരംഭിക്കുവാനായി പോകുന്നു എന്ന സൂചനയും നൽകിക്കൊണ്ടാണ് സിനിമയുടെ കഥ അവിടെ അവസാനിക്കുന്നത്. ഇന്നത്തെ ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് കരുതുന്നു. ഇഷ്ടമായാൽ ഒന്ന് സപ്പോർട്ട് ചെയ്തേക്കണേ. അടുത്തൊരു വീഡിയോയിൽ കാണാം. അതുവരെ എല്ലാവർക്കും ബായ്.